നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം. പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ, വണ്ണാമല നമ്മുടെ നാട്, നമ്മൾക്കും ഉണ്ടൊരു സ്കൂള്. ഈ സ്കൂളിൽ അഭിമാനിക്കാൻ സുദിനമ്പൻ. കേട്ടോ സ്നേഹിതരെ, മാഷായാൽ മാനസതാരിൽ അറിവിന്റെ കലവറ വേണോ, കറയില്ല സ്നേഹം വേണോ, നന്മ വേണം. കേട്ട സ്നേഹിതരെ, അക്ഷരമറിയാതറിവില്ല, അക്ഷരമറിയാതറിവില്ല, ആ വിത്തറിയാതെ വിളവില്ല. വിജയപരാജയം വിധീതമല്ല, അതുമിതമല്ല, ഇത് കലിയല്ല. സ്നേഹിതരെ, നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം. പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ, Good morning, teacher. Good morning, teacher. Good morning, teacher. Good morning, teacher. Good morning, Good morning, teacher. എന്തേ ടീച്ചർ? Good morning, teacher. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. സ്കൂളിൽ ചേരാൻ വേണ്ടിട്ട് ഈ ഫസ്റ്റ് ഡേ വരുമ്പോ ഇങ്ങനെ കുറുമ്പ് കാണിക്കുക, ഇങ്ങനെ കരഞ്ഞിട്ട് വരാം. ടീച്ചർ, ഞാൻ സ്കൂളിൽ ചേരാൻ വന്നല്ല, ഞാൻ കുട്ടിയെ കൊണ്ട് വന്നതാണ്. അല്ല, അച്ഛനെ കണ്ടിട്ടാണ് ശരിക്കും കുട്ടിയായിട്ട് തോന്നുന്നത്. കുട്ടിക്ക് പ്രായം ഭയങ്കര തീറ്റയല്ല. വേറെ കോമഡി തന്നെ അറിയാമോ, ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും താടിയുണ്ട്, അച്ഛന്മാർക്ക് താടിയില്ല. നോക്കി, ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, ഇതൊരു കുട്ടി, അല്ല മൊത്തം താടി. ടീച്ചറെ, ഗുഡ് മോർണിംഗ് ടീച്ചർ. മോന്റെ പേരെന്താ? ഉണ്ണിക്കുട്ടൻ. കുട്ടൻ. ഓക്കെ, കുട്ടൻകുട്ടി നന്നായിട്ടിരിക്കണം കേട്ടോ. അല്ല, ഇത് അവൻ ആദ്യം പറഞ്ഞ കറക്റ്റ്. ഉണ്ണിപ്പൊട്ടൻ. എന്റെ പേര് കിങ്ങിണി ബിനു. കിങ്ങിണി ബിനു. ബിനു എന്നുള്ളത് അച്ഛനാ. എന്റെ മോളാണ്. ഓക്കെ, ബിനുവിന്റെ മോളാണ്. പിങ്കി ബിനു. പിങ്കി ബിനു. ഇത് മങ്കിയപ്പൻ. അല്ലല്ല, അവനെ തല്ലരുത്, അവൻ അച്ഛനില്ലാത്തവനാ. അച്ഛനുണ്ടായിരുന്നു, ഷാപ്പ് വന്നപ്പോ കാണാനില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ മോനെ, മോന് മാത്രം ബാഗില്ലേ? എന്ത് പറ്റി ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട് വന്നേ? എന്റെ ബാഗ് എന്റെ അച്ഛൻ ഷാപ്പിൽ കൊണ്ടുപോയി. അച്ഛന്റെ സഞ്ജു എനിക്ക് സ്കൂളിലേക്ക് വന്നു. അല്ലല്ലേ, ഇവൻ മേശ പണിക്ക് പോകുന്നതാണ്, ഇവൻ സ്കൂളിൽ വന്നതല്ല. ടീച്ചറെ, എന്റെ അച്ഛനമ്മ എന്നെ നോട്ടി ബോയ് എന്ന് വിളിക്കുന്നത്. നോട്ടി ബോയ് അങ്ങനെ വിളിക്കാൻ കാരണം? ഞാൻ തോട്ടി പോകും എപ്പോഴും. ഇവൻ ആ തോട്ട് വഴി ഞാൻ സംസാരിച്ചോട്ടെ. എന്നെ പോന്റെ ആക്ട് ചെയ്തിട്ട് ഓവറായിട്ട് തോന്നുന്നുണ്ടോ? ഓവർ ആക്ടിങ്ങില് ഉസ്താദാണല്ലേ? ആണോ? അപ്പച്ചിയുടെ മകനാണ് ഞാൻ. എന്ത് ജിയുടെ? അപ്പച്ചിയുടെ. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അപ്പച്ചി എന്ന് പറയാം, അപ്പച്ചി. നിങ്ങൾ എന്താ മിണ്ടാതെ ഇഷ്ടായില്ല? ഗുഡ് മോർണിംഗ് ടീച്ചറെ. എന്റെ 2 സ്മാർട്ടായ കുട്ടികളെ ഒന്നിച്ച് ഞാൻ സ്കൂളിൽ ചേർക്കാൻ വന്നു. അയ്യോ, ശരി. ഈ കുട്ടിയുടെ അമ്മയാണോ ഇത്? അതെ. ഞാനോർത്ത് അച്ഛാമ്മക്കുട്ടിയുടെ അച്ഛായ രാജംപിതാവായിരിക്കും. ഇത് കുട്ടിയാണോ? അല്ല, ഇതില് കുട്ടിയാണോ? ഓനെ മാമന്റെ മോളാണോ ഇത്? അതെ, എന്റെ മോളാ, അത്.
മാമൻ ഇതിനെ തവിട് കൊടുത്ത് വാങ്ങിച്ചാണോ? ഇല്ല, തവിട് ഞാൻ താറാവിന് കൊടുത്ത്. എന്റെ അമ്മയുടെ അല്ല, ഭാര്യയുടെ. അത് ലുക്കാവുള്ള എന്റെ മോള്. അതൊന്ന് സിങ്ക് ടീച്ചറെ. ശരി ശരി. ടീച്ചറെ, ആ. എന്റെ മമ്മി. ഏതാ മമ്മി? മമ്മി പാതിര. എത്ര മക്കൾ? പാതിരയാ? ആതിര. ഈ മത്തങ്ങ എന്റെ അനിയനാ. അനിയനാണോ? ഓക്കെ. പിള്ളേരെ ചവിട്ടി കൂട്ടല്ലേ? ഗേൾസും ഗുഡ് ബോയ്സും ആവണം. നിങ്ങൾക്ക് ഇങ്ങനെ ടോയ്സ് ഒക്കെ തരും ഇവിടുന്ന് കളിക്കാൻ വേണ്ടിട്ട്. ഇന്ന് ആരും കരയരുത്. അച്ഛനും അമ്മയും ഒക്കെ നിങ്ങളെ കൊണ്ടാക്കിയിട്ട് പോവും. ഈവനിങ് നമ്മളെ വീട്ടിൽ അച്ഛന്റെ കൂടെ ഭയങ്കര സംശയം. നമ്മളിവിടെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആകുന്നില്ലല്ലോ. ശരി ശരി. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും തമ്മിൽ തല്ലുകൂടാൻ പാടില്ല. ഉള്ള സ്നാക്ക് ബോക്സിലെ സ്നാക്സ് എല്ലാം കഴിക്കണം. നമുക്ക് ഗെയിം കളിക്കണം. ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണം. റെഡി? ടീച്ചറെ, ഞാൻ നോബിയുടെ ഫിഗർ ചെയ്യും. സ്റ്റാർ മാജിക്കിലെ നോബി നോബിയുടെ കാണണം. ആ കാണണം. ഈ ഫിഗർ ചെയ്യുന്ന പറഞ്ഞാലും വേദം വയർ ചെയ്യുന്ന പറഞ്ഞായിരിക്കും നല്ലത്. ടീച്ചറെ, സ്റ്റാർ മാജിക്കിലെ ഉല്ലാസ് മാമന്റെ ഫിഗർ ചെയ്യും. കാണിക്കട്ടെ? ആ കാണിക്കൂ. ആ. ഞാൻ കണ്ടിട്ടുണ്ട്. ആ സ്റ്റാർ മാജിക്കിൽ പോലെയാ. ഞാൻ ചോദിക്കട്ടെ, എല്ലാരും സ്റ്റാർ മാജിക് പറയണേ. കാർട്ടൂൺ അപ്പൊ ആരും കാണാറില്ലേ? ഇല്ല, നമ്മൾ സ്റ്റാർ മാജിക് മാത്രമേ കാണുള്ളൂ. ഡോറ. ശരി, ഓക്കെ. ഇനി നമുക്ക് അച്ഛനമ്മമാരെയൊക്കെ നമുക്ക് വിട്ടിട്ട് നമുക്ക് കുറേ നേരം കളിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ മോന്റെ പേരെന്താ? എന്റെ കണ്ണ് അടങ്ങി ഒതുങ്ങി നിക്കാത്തൊരു കുട്ടിയാണ്. ഗുഡ് ബോയ് ആയിട്ട് നിക്കണം കേട്ടോ. കുറുമ കാണിക്കരുത്. ഇവിടെ നിൽക്കൂ. മോന്റെ പേരെന്താ? മുതുക്കൻ. കിങ്ങിണി. ടീച്ചറെ, ഒരു കാര്യം പറയട്ടാ. എന്റെ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറയല്ലേ, മക്കള് സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എന്നും പോവാ നിന്റെ ടീച്ചറിനെ കാണാനെന്ന്. പറയാൻ പറഞ്ഞോടി. എന്റെ പേര് പറയാം. What is your name? എന്താ ചെയ്യണേ? മോന്റെ പേര് ഇങ്ങനെ. My name is മാസ്റ്റർ രഘു. മാസ്റ്റർ രഘു. നൈസ് നെയിം, നൈസ് നെയിം. അല്ലല്ല, അതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. 2 മാസ്റ്ററിന്റെ ഫ്രണ്ടിൽ ഒരു ഹെഡ് ചേർക്കണം. എന്തിനെ? ഹെഡ് മാസ്റ്റർ രഘു. അതാണ് നിന്റെ മുഖത്തിന് ശരീരത്തിൽ. എടാ എടാ ടീച്ചറെ എന്റെ പേര് മാസ്റ്റർ രഘു. ഇതെന്താണെന്നറിയാവോ? അവൻ പാട്ടുപാടി നമ്മളെ കൊല്ലുമല്ലയോ? അതിന് നാട്ടുകാർ പിരിവിട്ട് പിടിച്ചെന്ന കത്തിയാ. നീ തിരുത്തിട്ട് വന്നേരെ കേസ് ഞങ്ങൾ വാദിച്ചോളാം. വരൂ രഘു, ഇങ്ങോട്ട് വരൂ. മോന് ഏത് വിഷയം ഏറ്റവും കൂടുതൽ ഇഷ്ടം? അച്ഛന്റെ വിഷയമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മക്കള്. അച്ഛന്മാരെ കണ്ടു വേണം മക്കൾ. അച്ഛന്റെ മോനാ. അച്ഛന്റെ ഏത് വിഷയം മോനെ ഏറ്റവും ഇഷ്ടം? പെൺ വിഷയം. പറയിപ്പിക്കണമായിരുന്നു. Don't talk. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അത് അച്ഛനോട് പോയി പറ. മുഖസ്തുതി പറയാണെന്ന് കരുതരുത്. എന്റെ മകളായതുകൊണ്ട് പറയല്ല. എന്താ? എന്റെ മോള് പഠിപ്പിച്ച എല്ലാ വിഷയത്തിലും A+. ഓ, അടിപൊളി. വീട്ടിലിരുന്ന് പഠിപ്പിച്ചിരുന്നല്ലേ? KG-ലേക്ക് വരുന്നതിന് മുമ്പേ ഞങ്ങൾ പഠിപ്പിച്ചു. പറഞ്ഞ എല്ലാത്തിനും A+ വാങ്ങണോന്ന്. വെരി ഗുഡ്. പക്ഷേ അച്ഛന്റെ മേശ നിറയെ A പടമുള്ള CD-കളാണ്. അച്ഛാ, ഓക്കെ. ആരൊക്കെ ഇനി പാട്ട് പാടിത്തരിക, ഡാൻസ് കളിക്കുക, എന്തൊക്കെ ചെയ്യും നിങ്ങള്? എല്ലാം ചെയ്യും. ടീച്ചറെ ഞാൻ പാട്ട് പാടാം. ടീച്ചറെ പാട്ട് പാടുവോ? ഞാൻ പാട്ട് ശരി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയട്ടെ, ടീച്ചർ ഒന്നും വിചാരിക്കരുത്. എന്റെ മോന് ഇച്ചിരി ഓവർ ആക്ഷൻ ഉണ്ട്. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ പാരന്റ്സ് നിൽക്കുന്നോണ്ടാണ് മക്കളൊക്കെ ഇങ്ങനെ. ഇവരെല്ലാരും നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ. അവര് വലിയ ഐഡിയ കൊടുക്കുമല്ലോ. ടീച്ചറിന്റെ മക്കളാ? എല്ലാവരും എന്റെ മക്കളാണല്ലോ. അവരെ സംസാരിപ്പിക്കും. ഒന്നും മിണ്ടുന്നില്ല. അല്ല, ചോദിക്കാം. പേരെന്താ? വെരി സ്വന്തം മക്കളെ പേരറിയില്ലാത്ത അമ്മയോ? എന്റെ മോളുടെ പേര് ഷിഫ. ഷിഫേം. ഇവര് ട്വിൻസ് ആണ്. സ്കൂളിൽ പോയി തുടങ്ങിയോ? ഏത് ക്ലാസ്സിലാ പഠിക്കണേ? LKG-ല്. അപ്പൊ രണ്ടുപേരും LKG-ലാണല്ലോ. സത്യത്തിൽ ഇവർക്ക് പ്രോപ്പർട്ടീസിന്റെ ആവശ്യമില്ല. കാരണം ഇവർ ഓൾറെഡി കുട്ടികളാണല്ലോ. കുട്ടിത്തമുണ്ട്. ഇത് ആർട്ടിഫിഷ്യൽ കുട്ടിത്തത്തിന് വേണ്ടിട്ട്, ഈ താടിക്കും എല്ലാത്തിനും ചേരാൻ വേണ്ടിട്ട് നമ്മൾ വെച്ചു കൊടുത്തതാ. ഈ കുഞ്ഞ് വന്നപ്പോഴും എന്നോട് ചോദിക്കുവന്നേ, ഞങ്ങളെ എവിടെ കൊണ്ടുവന്നേ? കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുവന്നാണോ? ഇതെല്ലാം കൂടെ കണ്ടിട്ട് ചോദിച്ചാണ്. എനിക്ക് ABCD പാട്ട് പാടണം. ABCD അറിയോ? നോക്കട്ടെ, പാടൂ. കറക്റ്റ് ആണോ ടീച്ചർ? പാടിക്കോട്ടെ. അറിയോ? ABCD അറിയോ? എന്നാ ഒന്ന് കേക്കട്ടെ. ഫസ്റ്റ് നമ്മുടെ ഷിഫക്കുട്ടി പാടട്ടെ. ABCD ഉണ്ണിക്കുട്ടൻ പാടൂ. കിങ്ങിണി. അപ്പന്റെ പ്രായമുള്ള കുട്ടീനെയാണോ എന്നെ ഇടിക്കുന്ന കുറച്ച് സമയം ഇങ്ങനെ കാണിക്കുന്നു.
നോക്കണ്ട ABCD പാട്ട് പാടണം. അത് bad. പറ അവന്റെ അടുത്ത്. Bad. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അവൻ രാവിലെ പീടി വലിച്ചെന്ന് തോന്നുന്നു ടീച്ചർ. പറയാൻ പാടില്ല. ടീച്ചർ ഏറ്റെന്ന് കരുതി എല്ലാം കയറി അങ്ങ് പറയാൻ ശ്രമിക്കുകയാണോ? ടീച്ചർ ഈ കിങ്ങിണിയുടെ അച്ഛൻ മിസ് കോൾ വിട്ടു. പിന്നെ അതെപ്പോഴും ഉള്ളതാ. ഓ അതെ, ഇവിടെ ഒരു ABCD പാട്ട് കൊട്ടയിലിരിക്കാൻ ടീച്ചറിന്റെ തലയിൽ ഒരു പാൻ ഇരിക്കുന്നു, എടുക്കട്ടാ. ഓ ടീച്ചറെ എന്റെ ഫാമിലിയെ മൈൻഡ് ചെയ്യുന്നില്ല നിങ്ങള്. ഞാനൊരു പാട്ട് ഒരു കേട്ടിട്ട് ABCD നിന്നും വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ. ഞാൻ പാടട്ടെ അച്ഛാ. പാട് മോനെ പാട്. ABCD മുറിവീടി ആഹാ. കത്തിച്ചപ്പോൾ അരവീടി സത്യം. പോലീസുകാരൻ വന്നപ്പോൾ നടക്കട അച്ഛാ കിഴക്കോട്ട്. ഇതൊക്കെ നല്ല കടത്ത് നീ നിന്റെ അച്ഛൻ പഠിപ്പിച്ചോന്ന പാട്ടാണോ അത്? പാരമ്പര്യമാണ് എനിക്ക്. ആണോ? അച്ഛന്റെ പാരമ്പര്യമാണ് മോനെ ആ. ഈ പാട്ടില്. ആ ഇനി ഇങ്ങനെ പറയരുത് കേട്ടോ. ABCD ഇതാവാൻ പറഞ്ഞ സെറ്റ് പാട്ടുകാരനാണോ? അച്ഛൻ പാട്ടുകാരനാ. ഏത് പാട്ടാ? മധു കേളവ. മുതുകളവനെയോ? മുതുകളവനല്ല, മധു കേളവ. അച്ഛൻ എന്നെ പഠിപ്പിച്ചില്ല. നീ എന്നെ സംഗീതം അയ്യോ അച്ഛന്റെ മോന്റെയും പാട്ട് കേക്കണ്ട. അച്ഛനെക്കാട്ടും നന്നായിട്ട് ഞാൻ അത് പാടും. ഏതാ? മധു കേളവ. എങ്ങനെ അങ്ങനെ പാടുറാ. മധു കേളര. എന്നെങ്ങടെ നീ മേലോട്ട് അടുപ്പിക്കണം. പഠിപ്പിച്ച് കേട്ടോ. പോട്ടെ. കഥ പറയൂ. എന്നിട്ട് വേണം നിങ്ങൾക്കൊക്കെ ലഡ്ഡു കഥ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഇതൊക്കെ ടീച്ചർക്ക് തരും. മുട്ട വേണ്ടേ? മുട്ട. ഈ കുട്ടിക്ക് ലഡു കൊടുക്കരുത്. ആ. ഭക്ഷണത്തിന് മുമ്പ് 400 ഷുഗർ. പൊട്ട ഞങ്ങൾക്ക് വേണ്ട. ഇതെന്തിനാ? പരീക്ഷ കഴിയുമ്പോ ഞങ്ങൾ മേടിച്ചോളാം. ഞാൻ വെജിറ്റേറിയൻ. ഞാനും അച്ഛനും ഓംലെറ്റ് കഴിക്കും. എന്റെ മോളായത് കൊണ്ട് പറയുള്ള ഇവള് നന്നായിട്ട് മുട്ട വെക്കും. ആ ഞാൻ ആർക്കും. അതെ അവക്ക് സ്കൂളിൽ മുട്ടയാണ്. അതിന് നിനക്കെന്താടാ? പോടാ. മതി. കുറുമണിക്കരുത്. ഒരു കഥ പറഞ്ഞു തരൂ കേട്ടോ. എന്താ ഞാൻ മോന്റെ ഇങ്ങനെ പേര്? പിന്നുവാ. എന്റെ പേര് പപ്പൻ PP. പപ്പന്റെ ഇതെന്താ കണ്ണടക്ക് ചില്ലില്ലേ? ചില്ലി ഞാൻ എടുത്ത് കളഞ്ഞു. അതെന്താ? പറ്റിക്കാൻ വേണ്ടി വെച്ചതാ. ചില്ലി വെക്കുമ്പോ ഒന്നും കാണുന്നില്ല. ആഹാ, ഇപ്പൊ കാണണ്ട. ഇപ്പൊ ശരിക്കും കാണാം. ശരി, ഓക്കെ. പേരെന്തായിരുന്നു മോന്റെ? പപ്പൻ PP. പപ്പൻ PP. ശരി, PP കുട്ടി ഒരു പാട്ട്. അല്ല, പാട്ടല്ലല്ലോ, കഥയല്ലേ പറയാ. ആ, ഒരൊക്കെ സ്മാർട്ടായിട്ട് ശബ്ദത്തില് കഥ പറയണം. ഒരു സ്ഥലത്ത് ഒരു സൈറ്റോ? സൈറ്റ് അല്ല കളവ. ബാഡ് വേർഡ്സ്. ഓക്കെ. ഒരു സ്ഥലത്ത് സ്ഥലത്ത് ആ. 2 കാക്ക ഉണ്ടായിരുന്നു. 2 കാക്കയുണ്ടായിരുന്നു. 2 കാക്ക. 2 കാക്ക. ഒരു പോത്ത് പോണു. മോന്റെ പേരെന്തായിരുന്നു? മാസ്റ്റർ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് 2 കാക്ക ഉണ്ടായിരുന്നു. ആ. ഒരു കാക്കയുടെ പേര് കുട്ടു എന്നും മറ്റേ കാക്കയുടെ പേര് ചിന്നു എന്നായിരുന്നു. ആ, ആ 2 കാക്കയും തമ്മില് വഴക്കായി. ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് ആർക്കാണ് കൂടുതൽ ശക്തി എന്ന് അറിയാൻ വഴക്കായി. എന്നിട്ട് അവര് പറഞ്ഞു എന്നാ ഒരു പന്തയം വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2 ഉപ്പും ചഞ്ചി. ചന്തിയല്ല, ഉപ്പ് ചഞ്ചി. സഞ്ചി. 2 ഉപ്പ് സഞ്ചി. 2 ഉപ്പ് സഞ്ചി. ഇവര് കാലെ കെട്ടി ഇവര് പറക്കുമ്പോ ആരായിരിക്കും കൂടുതൽ ഉയരത്തിൽ പറക്കണേന്ന് പന്തയം വെച്ച്. 2 പേരുടെയും സഞ്ചി. ഈ വിനുമാമൻ എന്റെ അമ്മയ്ക്ക് മിസ് കോൾ അടിച്ചു. ടീച്ചറെ ആ പോത്ത് വന്നപ്പോ എന്റെ 2 കാക്കയും പറന്നുപോയി. നിന്ന പുഴുക്കുവാണല്ലോ. ശരി, ഓക്കെ. മതി. പിന്നെ ആ പോത്ത് വന്ന് നിന്നെ രക്ഷിച്ചു. അത് നീ പറ. ഞാൻ കിങ്ങിണി മോളുടെ അടുത്ത് ചോദിക്കട്ടെ. കിങ്ങിണി മോൾക്ക് എന്തൊക്കെയോ ഇതാരീ ബ്യൂട്ടി സ്പോട്ട് ഇട്ട് തന്നെ കിങ്ങിണി വീണു. അത് അവരുടെ അമ്മ തവിക്കണക്ക് കുത്തിയതാണ്. അപ്ലേ. ഇനി എന്താ പാട്ടാണോ വാവ പാടുക? ഡാൻസ് ആണോ അച്ഛൻ എനിക്കൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ കഥയാണോ? 2 കാക്കയുടെ കഥ അധികം വേണ്ട. ചീഞ്ഞ് കഥ പറയട്ടാ. ഉറക്കെ സ്മാർട്ടായിട്ട് ആക്ഷൻ ഒക്കെ കാണിച്ചിട്ട് വേണം പറയാൻ. സ്മാർട്ടായിട്ട്. എനിക്ക് 3 കഥ അറിയാം. ഒരെണ്ണം പറഞ്ഞാൽ ഒരെണ്ണം പറഞ്ഞത് ക്ലച്ച് പിടിക്കുവാണെങ്കിൽ രണ്ടാമത്തെ പറഞ്ഞാൽ മതി. പറയാം. സംശയം വേണ്ട, 3ഉം ചീറ്റും. ടീച്ചറെ ഒരു കഥയില്ലാത്ത കൊച്ചാണിത്. കേക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. അവിടെ വരെ ഒരു വീട്ടില് അപ്പൂപ്പനും അമ്മുമ്മയും താമസിക്കുകയായിരുന്നു. പോടാ. അപ്പോ ഞാനല്ല അവനെ വിളിക്കുക. എന്റെ അച്ഛനെ വിളിച്ചേ. അച്ഛൻ പിടിക്കും. അപ്പോ അടാ പിന്നെ ഇഡ്ഡലി
ദോശ. അപ്പോ അപ്പൂപ്പനൊരു വലിയ ആഗ്രഹം. എന്താ എന്താ എന്താണെന്ന് അറിയാമോ? എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ. നോ. ഓക്കെ ടീച്ചർ. അപ്പൂപ്പൻ അമ്മൂമ്മ അടുത്ത് പറഞ്ഞു എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹമെന്ന്. അപ്പൊ അമ്മൂമ്മ പറഞ്ഞു പിന്നെ എന്താ ഞാൻ പായസം ഉണ്ടാക്കി തരാല്ലോ. അപ്പൊ അപ്പൂമ്മ പറഞ്ഞു എന്നാ പിന്നെ ചുമ്മാ അല്ല സൂസൂന്നെടുത്ത് കളഞ്ഞത്. എന്നാ പിന്നെ ഞാൻ നിനക്ക് പെട്ടെന്ന് പായസം ഉണ്ടാക്കി തരാന്ന് അമ്മുമ്മ അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പൊ അമ്മുമ്മ അടുക്കളയിൽ പോയി നോക്കിയപ്പോ വിറകില്ല. അപ്പൊ അമ്മുമ്മ അപ്പൂപ്പനടുത്ത് വന്ന് പറഞ്ഞു. അപ്പ അമ്മൂമ്മ അപ്പത്തിന് അപ്പൂപ്പനെടുത്ത് അടുപ്പിക്കേറ്റി വെച്ചു. എന്നെ തെറ്റിപ്പിക്കുന്ന ടീച്ചർ. ഇല്ല ഇല്ല അമ്മ. അപ്പൊ അമ്മുമ്മ അപ്പൂപ്പന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വിറകില്ല, നമുക്ക് വിറകൊടിക്കാൻ നമുക്ക് കാട്ടി പോയാലോ എന്ന്. അപ്പോൾ ഇത് എന്ത് ചെയ്തു? അവരെല്ലാരും കൂടെ പോയി കാട്ടിപ്പോയി. കാട്ടിപ്പോയി വിറകൊടിക്കാൻ പോയപ്പോ അവർക്ക് മരത്തിൽ നിന്ന് അവർക്ക് വിറക് പിടിക്കാനായിട്ട് എത്തുന്നില്ല. അതുവഴി ആര് വന്നു? ഒരു വലിയ ആന, അതെ അവനെ പോലത്തെ. എന്നിട്ട് ആന ചോദിച്ചു എന്തിനാ നിങ്ങൾ ഇവിടെ നിക്കുന്നേന്ന്, എനിക്ക് ഈ വിറക് ഓടിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആന പറഞ്ഞു വിറക് ഒടിച്ചു തരാമെന്ന്. ആന ഏത് ഭാഷയിൽ സംസാരിച്ചു അത് പറയണം. അതിന്റെ ഞാൻ പിന്നെ പറഞ്ഞു. ക്ലാരിഫിക്കേഷൻ. ഓ, അച്ഛൻ പുറത്തെങ്ങാനും ആണോ? അച്ഛൻ സ്വീഡനിലായിരുന്നു. ഓക്കെ. ഇപ്പൊ അവിടുന്ന് അപ്പോ ഡാഡി വേറെ എങ്ങോട്ട് പോയെന്നും അറിയുന്നു. അപ്പോ ആന ചോദിച്ചു എന്തിനാണ് വിറക് ഒടിക്കുന്നേ? വീടി വലിക്കാൻ. അപ്പൊ അവര് പറഞ്ഞു പായസം ഉണ്ടാക്കാനാണെന്ന്. എന്നാ പിന്നെ എനിക്കും കൂടെ പായസം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു ആന. അങ്ങനെ ശരി പിന്നെ എന്താ ഉണ്ടാക്കി തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ വിറകൊടിച്ചു കൊടുത്തിട്ട് അപ്പൂപ്പനും അമ്മുമ്മയും വീട്ടിൽ പോയി പായസം ഉണ്ടാക്കി. അങ്ങനെ പായസം ഉണ്ടാക്കി കുടിച്ചപ്പോ നല്ല രുചി. അങ്ങനെ എപ്പോഴേ ആൾക്കാർ TV ഓഫ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇതെന്തിനാണ് നിന്ന് ഈ വെറുതെ കഥാപ്രസംഗം നടത്തുന്നത്? ഞാൻ എന്റെ ടീച്ചറിന് വേണ്ടി മുഴിപ്പിക്കട്ടെ. മുഴിപ്പിക്കട്ടെ. അപ്പൊ പായസം കുടിച്ചപ്പോ നല്ല രുചി. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ആ പായസം കുടിച്ച് തീർത്തപ്പോഴാണ് ഓർത്തത് ആർക്ക് കൊടുത്തില്ല? ഇതുപോലത്തെ ഒരു ആനയ്ക്ക് കൊടുത്തില്ല. ആ കൊച്ചു പല്ലിറുമ്പുന്നുണ്ട് കേട്ടോ. അപ്പൂപ്പൻ ചാമ്പലിന്റെ അകത്ത് കയറി ഒളിച്ചിരുന്നു. ആന അച്ഛൻ എന്ന നിലയിൽ മോളെ രക്ഷിക്കണോ? രക്ഷിച്ചോ? ബാക്കിയുണ്ടോ? ബാക്കിയുണ്ട് ടീച്ചർ. ആ ചേച്ചിക്ക് ഭ്രാന്ത കേട്ടോ. മോള് കരയണ്ട. എന്താ ചെയ്യണേ? ഞങ്ങൾ കളിക്കണ ഓരമ്മ കടയിൽ പോയി ഒരു ഡസം വള വളയുടെ നിറമെന്ത്? ചുമപ്പ്. ചുമാപ്പയോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഓരമ്മ കടയിൽ പോയി ഒരു ഡസം വള വാങ്ങി ഇനി കുറെ കാര്യങ്ങൾ ഇവരിൽ നിന്ന് എനിക്കും പഠിക്കാനുണ്ട്. ഇവരെ നമുക്ക് പഠിപ്പിക്കാനും പോവാണ്. എല്ലാ കുട്ടികളും നല്ല കുട്ടികളായിട്ടിരിക്കുക, ചക്കര കുട്ടികളായിട്ടിരിക്കുക. അപ്പൊ നമ്മുടെ പ്രവേശനോത്സവം ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുമ്പോ ഈ കുഞ്ഞു മക്കളെ കാണാനായിട്ട് ഒരു അതിഥിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്കൂളൊക്കെ തുറക്കുമ്പോ ഇങ്ങനെ വരില്ലേ ഓരോ ഗസ്റ്റ്? ടീച്ചറെ എന്റെ കൈ കാണുന്നില്ല ടീച്ചറെ, എന്റെ കൈ കാണുന്നില്ല. മോനെ കുറുമ്പ് കാണിക്കല്ലേ വാവേ. ഇങ്ങനെ ഗുഡ് ബോയ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു സ്കൂളിലേക്ക്, സ്റ്റാർ മാജിക് സ്കൂളിലേക്ക് കുഞ്ഞു മക്കളെ കാണാനായിട്ട് ഈ കോമഡി അവനെ കലാപ്രതിഭയാ. ടീച്ചറെ ഞാനിതിൽ കൈ നിട്ട് പറഞ്ഞോട്ടെ. ഇട്ടു പിന്നെ പറയാം. സോ സ്റ്റാർ മാജിക്കിന്റെ ഈ പ്രവേശനോത്സവത്തിലേക്ക് നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോരുത്തരെയും ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം ഓൾ ഓഫ് യു ആൻഡ് നൗ യു ആർ വാച്ചിങ് അമൃതവേണി ഹെയർ എലിക്സർ പ്രസൻസ് സ്റ്റാർ മാജിക്, co-powered by Pittapalli Agencies, Al Muqtadir Gold and Diamonds, SLBS Mark Lens and Rajkumari Gold and Diamonds. Welcome. അപ്പോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ്. കുട്ടിപ്പട്ടാളം ദാ ഇവിടെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. ബട്ട് ഇറ്റ്സ് ഫൺ അല്ലേ? അപ്പൊ ഇവരെ കാണാനായിട്ട് അതെ എല്ലാരും ഇവിടെ ശ്രദ്ധിക്കൂ, നിങ്ങളെ കാണാനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. സോ നമ്മുടെ പ്രവേശനോത്സവത്തിലേക്ക് സ്റ്റാർ മാജിക് സ്കൂളിലേക്ക് ഇന്ന് എത്താൻ പോകുന്നത് ശരിക്കും ഈ ചേച്ചിക്ക് നന്നായിട്ട് ചിക്കൻ കറിയൊക്കെ വെക്കാൻ അറിയാം. എത്ര പേർക്ക് ഇഷ്ടം? ഇഷ്ടമല്ല ടീച്ചറെ.
വെജിറ്റേറിയൻ അല്ലെ? എത്ര പേർക്ക് ചിക്കൻ കറി ഇഷ്ടാ? നമുക്ക് ഈ ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം കേട്ടോ. ചിക്കൻ കറി എങ്ങനെയാ ഉണ്ടാക്കുക എന്നൊക്കെ നമുക്ക് ടീച്ചറെ അച്ഛൻ കോഴി ഇറച്ചി കഴിക്കും. അച്ഛൻ കോഴി ഇറച്ചി കഴിക്കും അല്ലെ? അത് മാത്രമല്ല, ഈ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് ചിക്കൻ കറി വെക്കാൻ അറിയാവുന്ന ആളാ നിൽക്കുന്നത്. ആരാ? ശരി, എവിടെയാന്ന് പറഞ്ഞേ? ഇല്ല, പുറത്താ. ഞാൻ കറി വെച്ച് തരാം. വന്ന് ഇറങ്ങണേക്കുമ്പോ കോംബോ വർക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയാണല്ലോ. ഗസ്റ്റിനെ വിളിക്കുമ്പോ ഈ പറഞ്ഞ ആ കോഴിക്കറി അല്ല, ഈ കോഴി തരം കാണിക്കരുത്. ശരി, അപ്പൊ എന്തായാലും പ്രവേശനോത്സവത്തിലേക്ക് എത്താൻ പോകുന്നത് വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ കൊണ്ട് എന്താ പറയാ, പ്രേക്ഷകരുടെ എല്ലാവരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറി സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ ഒരു ആക്ട്രസ് ആണ്. സോ പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം വിൻസി അലോഷ്യസ്. പെണ്ണിന്റെ നടനടയ്ക്ക് താളം, പെൺപൂവിൻ ഇതളിലുണ്ട് താളം, പെൺമോഹം അഴക് തഴുകും താളം, ചിരിപ്പ് താളം, നടപ്പ് താളം, പെൺവഴക്കടിച്ചാലതും താളം, പെൺമോടിയ മനസ്സ് മറക്കും താളം, പെണ്ണോടിടയും മുളക് താളം. മക്കളെ കണ്ടോ ഈ ചേച്ചി സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് നേരം നിരങ്ങിയാണ്ടല്ലോ, പ്രോഗ്രാം കാണാൻ മൂടുണ്ടാവില്ല. അറിയാലോ, ഇവരുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. എന്താണ് പേരെന്താണ്? വിൻസി. വിൻസി. എന്ത് ചെയ്യുന്നു? ഞാൻ സിനിമയിലൊക്കെ ഹസ്ബൻഡ്? ഇല്ല, സിംഗിളാണ്. ഞാനും സിംഗിളാ. ഞാൻ മമ്മിനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ ഞാൻ മമ്മിനോട് പറയും മമ്മിനോട്. അദ്ദേഹത്തിന്റെ കുട്ടിയെ ചേർക്കാനാ വന്നത്. ഓ, ഹലോ. ഞാനും സിംഗിളാ. ഇവരുടെ കോമഡി കാരണം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണെന്ന് ടീച്ചർ പറഞ്ഞിട്ടില്ലേ? ഞാൻ സിംഗറാണ്. ആ സിംഗർ അവിടെ നിൽക്കുവാ. ടീച്ചർ, ഇവരുടെ കോമഡി കാരണം റേറ്റിംഗ് മിഷൻ പൊട്ടി തകർന്നു എന്നൊരു അറിവുണ്ട്. അതായത് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ കുട്ടികളുടെ കൂടെ ഉണ്ടാവുന്നുള്ളത് അറിയാം. തിരിച്ചു പോകരുത്, കാരണം ഇത് ഫ്രീ പരിപാടിയാണെന്ന് അറിയാം. പ്രവേശനോത്സവത്തിനൊക്കെ ഇതിനു മുമ്പ് വേറെ സ്കൂളുകളിൽ പോയിട്ടുണ്ടോ? ഇല്ല. ഇല്ല അല്ലേ? ഓ, ഭാഗ്യം, രക്ഷപ്പെട്ടു. അപ്പൊ എന്തായാലും പോവില്ല. അല്ല, ഞങ്ങളുടെ കുട്ടികൾ ഭയങ്കര അച്ചടക്കമുള്ള. അല്ലാതെ സ്കൂളിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതല്ലേ പേര്, വിൻസി. സി ഡിവിഷനിലായിരുന്നു. ഇവൻ ഏയാ? എ ആണോ? ആ, എ ഡിവിഷൻ. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് പ്രവേശനോത്സവത്തിന് പോയിട്ടില്ല അല്ലേ? എന്റെ പോയിട്ടുണ്ട്. ആ, സ്വന്തമായിട്ട് പോയിട്ടുണ്ട്. എന്തായിരുന്നു ഓർമ്മ? ഇതുപോലെ അലമ്പ് കുട്ടികളായിരുന്നു? പ്രത്യേകിച്ച് ഒരു ഓർമ്മയില്ല. എന്നാലും പോയി അവിടെ പോയിരുന്ന കാര്യം ഓർമ്മയില്ലാത്ത അവസ്ഥയായിരുന്നു. തിരിച്ചു വന്നു. വെറുതെ എന്തിനോ പഠിച്ചു. ആ, ഈ കുഞ്ഞാവോളോട് എന്താ പറയാനുള്ളേ? ഇന്ന് ഫസ്റ്റ് ഡേ. എല്ലാവരും അടിപൊളിയാക്കാം, നമുക്ക് അടിച്ചു പൊളിക്കാം. പ്രവേശനോത്സവം ഗംഭീരമായി നിങ്ങൾ ഇനി തുടർന്ന് ഈ വേദിയിൽ ഒരുപാട് പഠിക്കട്ടെ കേട്ടോ. നമ്മളോട് ഗെയിം കളിക്കോ? അങ്ങനെയാണെങ്കിൽ ചേച്ചി ഒരു പാട്ട് പാടി തരുവേ ഞങ്ങൾക്ക്? അല്ലല്ല, അത് കുട്ടികളുടെ ആഗ്രഹമല്ല. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാതില്ലല്ലോ ഇന്നെൻ നെഞ്ചിൽ പൂക്കാലം കളിയാടാമീ കിളിമലത്തളരോരം കളിയാടാമീ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നിൻ പൂക്കാലം. മക്കൾക്ക് ഇഷ്ടായോ? ഇഷ്ടായി. ഡാൻസ് വേണം. എനിക്ക് ആ കണ്ണാടിനെ വേണം. ഞാനും പാട്ടുകാരൻ. അതിനെ കൂടെ കൊലക്ക് കൊടുക്കാതെ എപ്പോഴോ ഒരു ABCD കേട്ടായിരുന്നു. കേട്ടാർന്നു. ശരി, അപ്പോ സ്റ്റാർ മാജിക്കിന്റെ ഈ പ്രവേശനോത്സവത്തില് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് ആക്ട്രസ് വിൻസി അലോഷ്യസ് ആണ്. ഒരു വലിയ വിൻസി, ശരിക്കും ഞാൻ പറയും ആർട്ടിസ്റ്റുകളിൽ വെച്ചിട്ട് വളരെയധികം ലക്കി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് വിൻസി എന്ന് പറയും. കാരണം എല്ലാവരും ഡ്രീം ചെയ്യുന്ന ഒരു കാര്യം ചുരുങ്ങിയ കഥാപാത്രങ്ങൾ കൊണ്ട് പെട്ടെന്നായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് അവാർഡ്. ആൻഡ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. കാരണം ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് എത്ര വർഷമായി? ഇപ്പം 5 years. 5 years. അപ്പം അതിൽ ലൈക്ക് ഷോ ചെയ്തിട്ടുണ്ട്, അതിനുശേഷം സിനിമ ചെയ്തു.
അപ്പം സ്റ്റേറ്റ് അവാർഡൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടി. റിയാലിറ്റി ഷോ ആണോ അതോ ലൈക്ക് ഒരു സിനിമയാണോ ഏറ്റവും കൂടുതൽ ലൈക്ക് കുറച്ചും കൂടെ ഇന്റിമേറ്റ് ആയിട്ട് ഫീൽ ചെയ്യണേ? സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പോ കൊറേ ഓർമ്മകൾ വന്നു. എന്തൊക്കെ ഓർമ്മകളാ വന്നേ? ആദ്യത്തെ ഓർമ്മ അഖിലേട്ടനെ കണ്ടപ്പം, നമ്മുടെ അഖിൽ കവലയൂർ. അഖിലേട്ടനെ കണ്ടപ്പോഴത്തേക്കിനും നമ്മള് റിയാലിറ്റി ഷോയില് ആ കോഴിക്കറി വെച്ചില് പുള്ളിക്ക് എന്തെങ്കിലും ഭാഗമുണ്ടോ? നല്ല ഭാഗമുണ്ട്. കേക്കട്ടെ. നല്ല കയ്യൊപ്പുണ്ട് അതിൽ. കേക്കട്ടെ. അപ്പം സ്കിറ്റുകൾ കണ്ടപ്പോഴത്തേക്കിനും കോഴിക്കറിക്കകത്ത് കയ്യപ്പോ ഉപ്പ് കയ്യൊപ്പ്. അഖില് നമ്മുടെ വീതുള്ളി രവീന്ദ്രന്റെ കാര്യമാണോ പറയുന്നത്? അതെ അതെ അതെ. അതായത് വിൻസി ആക്ച്വലി നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു റിയാലിറ്റി ഷോയിലൂടെ കണ്ടസ്റ്റന്റ് ആയി വിന്നർ ആയി ലൈക്ക് അങ്ങനെയാണ് പിന്നെ ഫിലിമിലേക്കൊക്കെ വന്നത്. ലാൽ ജോസ് സാറൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു കോഴിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഓട്ടം നിർത്തിയിട്ടില്ല. മില്ലിനോട് അപ്പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ല സ്റ്റിൽ. പിന്നെ എന്തൊക്കെയാ ലൈക്ക് ഓർമ്മകൾ ഇങ്ങനെ ചെറിഷ് ചെയ്യാൻ പറ്റി? ഇതുപോലെ നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് സ്കിറ്റുകൾ ചെയ്യുമായിരുന്നു. ഒരു റൗണ്ടിൽ പെർഫോം ചെയ്യാൻ. അപ്പൊ നമുക്ക് അതിന് കിട്ടുന്ന അപ്രിസിയേഷൻസും നിങ്ങളുടെ കൗണ്ടറുകൾ അതൊരു രക്ഷയില്ല. ഇതുപോലെ വന്ന് ഓൺ ദ സ്പോട്ട് കയ്യിന്നിടും. ഇവര് ഷോ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് 2 ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ഇങ്ങനെ കുട്ടിയുടെ സൗണ്ട് മാറുന്നു. മാസ്റ്റർ രഘു. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ. പ്രവേശനോത്സവത്തിന് വന്നിട്ട് നമ്മുടെ കുട്ടിക്കാലത്തെ മെമ്മറീസ് നമ്മൾ റീകളക്ട് ചെയ്യണ്ടേ? അച്ഛനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അച്ഛനമ്മയും ചേട്ടൻ വന്നിരിക്കുന്നത് മറ്റേ തങ്കച്ചനെ കാണണം. ഞാനോട് ചോദിച്ചു. തങ്കൂന്ന് വന്നിട്ട് ആബ്സെന്റ്. അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ കുട്ടി മാറിയുന്ന കുട്ടി ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയും പറയണം ഷേവ് ചെയ്തിട്ട് LKG വിടുമ്പോ ഷേവ് ചെയ്തിട്ട് ഇതെന്നെ പറയിപ്പിക്കാനാ കൂടെ നടക്കുക. നീ കൗണ്ടർ പഠിക്കാൻ നിന്റെ മോനെ പേപ്പർ കത്തിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കൊണ്ടുവരണം. നീ ടീച്ചറെ എനിക്ക് ബ്ലേഡ് അടിക്കാൻ പറ്റില്ല. വെരി ഗുഡ്. അപ്പോ കുട്ടിക്കാലത്ത് അമ്മയും ജോലി ചെയ്യണ്ടെന്ന് തോന്നുന്നു അല്ലേ? അമ്മ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു. അമ്മ ടീച്ചർ. അപ്പൻ എന്റെ കഷ്ടപ്പാട് കണ്ടോണ്ടിരിക്കുകയാണല്ലേ. അവിടെ ഒരു ടീച്ചർ ഇരിക്കുന്നു. അച്ഛൻ ബൈ പ്രൊഫഷൻ ലൈക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൻ പഠിച്ച സ്കൂളിൽ തന്നെ ഡ്രൈവറും ആയിരുന്നു. അടിപൊളി. അപ്പൊ മോളും ആ സ്കൂളിൽ തന്നെയായിരുന്നോ? നിങ്ങളുടെ ഫാമിലി മൊത്തം അല്ല ഈ അച്ഛനും അമ്മയും ഒരു സ്കൂളിലായതുകൊണ്ട് നമുക്കിങ്ങനെ ഉഴപ്പാൻ പറ്റായ്മ അങ്ങനെയൊക്കെ ഉണ്ടോ? കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മള് പ്രശ്നങ്ങൾ ചെയ്തു വെക്കുമ്പോ അപ്പൊ തന്നെ തുറന്നു പറയൂ. ഇതുവരെ അച്ഛനും അമ്മയും അറിയാത്തൊരു എല്ലാം അറിയായിരുന്നു. എല്ലാം പിടിക്കും. എങ്ങനെ ഭയങ്കര വില്ലത്തിയായിരുന്നോ സ്കൂളില്? വില്ലത്തിയല്ല, പൊട്ടത്തി. എന്തൊരു പ്രൗഡായിട്ട് ഉണ്ണിപ്പൊട്ടൻ. കറക്റ്റ്. നമ്മളെ കൂടെ കൂട്ടാം. ശരി. അപ്പൊ സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലാത്ത എന്നാ ഒരുപാട് അലമ്പുകൾ ചെയ്തിട്ടുള്ള അച്ഛനമ്മയും സ്കൂളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കയ്യോടെ പിടികൂടിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പ്രവേശനോത്സവത്തിന് പറ്റിയ ഗസ്റ്റ്. അച്ഛനമ്മ എല്ലാം പിടിക്കുമായിരുന്നോ? എല്ലാം പിടിക്കും. ഓൾമോസ്റ്റ് റോക്കറ്റിൽ പിടിക്കുവോ? ടീച്ചറെ എന്റെ മുടി കണ്ട ടീച്ചറെ? നിന്നെ രക്ഷപ്പെടുത്താൻ ആള് വരുന്നുണ്ടാ? ഒരു സെക്കൻഡ്. പാരന്റ്സിനോട് പറയാനുള്ളത്, പാരന്റ് അല്ലേ, മുടി കട്ട് ചെയ്തിട്ട് വേണം കൊണ്ടുവരാനായിട്ട് സ്കൂളിലേക്ക്. ഈ വളർത്തു തുടങ്ങി ഫാഷനായിട്ട് വളർത്തിയാണ്. അന്ന് മുതൽ ഞാൻ പറയടാ മുടി വെട്ടടാ എന്ന് ഞാൻ പറയൂടെ. ഇവ വെട്ടത്തില്ല. മുടി വെട്ടിക്കൊണ്ട് വന്നില്ലേ തന്തേ മോനും തള്ളു മേടിക്കും. അല്ലാതെ ഞാൻ മുടിയനായ പുത്രനല്ല. ഇതിലേ ഒരു ഗുണം കൂടി ഉണ്ട്. ഇത് നേരെ പ്ലഗിലേക്ക് അങ്ങോട്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ 1 മാസത്തേക്കുള്ള കറണ്ട് ഞങ്ങൾക്ക് ലാഭിക്കും. അതെന്താ ഫീസ് അടിച്ചു പോവോ? അച്ഛൻ നീ വെറും നുരച്ചിലല്ല, നീ നുരഞ്ഞ് പതയുന്നു കിടന്ന്. നേരെ വിൻസിലേക്ക് വരികയാണ് കേട്ടോ. ഈ സ്റ്റാർ മാജിക് സ്കൂളിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. നിങ്ങൾ തരംഗങ്ങളല്ലേ? ആണോ? നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇറക്കേറും. തരംഗമല്ല, താഴെ വരും. തരംഗമല്ല, ഓളമാണ്. തലയ്ക്ക് ഓളം. അപ്പൊ സ്റ്റാർ മിണ്ടാതിരിക്കും. ഇതെന്തൊരു ശല്യം എന്ന് പറയാം. ചിക്കൻ അത് ഞാൻ പറഞ്ഞുതരാം. മുളകും മല്ലി മാത്രമല്ല പിന്നെ കണ്ട കാര്യങ്ങള്. ചിക്കൻ കറിയുടെ കാര്യമാണ് അറിയണ്ടേ? ഓക്കെ ശരി. നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നില്ലല്ലോ. ഇവിടെ ചിക്കൻ കറി വെക്കാൻ വേറെ ഏറ്റവും നന്നായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാവുന്ന ആളാണ് ചേട്ടാ. ബിഹൈൻഡ് ദ സീൻ ഉള്ള വിശേഷങ്ങൾ ഒന്ന് പറയൂ. ലൈക്ക് അങ്ങനെ ഒരു ടോപ്പിക് നമുക്ക് കിട്ടി. വാട്ട് വാസ് യുവർ മൈൻഡ് എവറിത്തിങ്? ഇതൊരു ഫിനാലെ പെർഫോമൻസ് ആയിരുന്നു. നമ്മളോട് പറഞ്ഞു ഫിനാലെ പെർഫോമൻസ് ആണ്. അപ്പം 3 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ 3 പേരും 3 രീതിയിൽ ചിക്കൻ കറി വെക്കണം. പക്ഷെ ചിക്കനോ മസാലയോ ഒന്നും കയ്യിലുണ്ടാവത്തില്ല. പിന്നെ ബസർ അടിക്കുമ്പം ഒരാൾ വെച്ചോണ്ടിരിക്കുക. ഒരു ബസർ എന്ന് പറഞ്ഞ അടിക്കുകയാണെങ്കിൽ അപ്പം നെക്സ്റ്റ് ആള് അതിന്ന് കണ്ടു. അപ്പൊ അത് എനിക്ക് പറ്റില്ല. ഞാൻ പാടുപെടും. ചിക്കൻ കറി വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചിക്കൻ കറി എന്ന് പറയുമ്പം കോഴിയാണല്ലോ. കോഴി അല്ല പന്നിയാ. പന്നി ചിക്കൻ കറി
കോഴി എന്ന് വിളിക്കണേ. ചേച്ചിയുടെ ചിക്കൻ കറിയുടെ സ്പെഷ്യൽ റെസിപ്പി എന്താ? നല്ല സ്വാദാ. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് ചോദിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം, ആരും ഇടയിലും ഛർദിക്കരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിക്കണേ. അതായത് മക്കൾക്കൊന്നും ചിലപ്പോ ഈ കോഴിക്കറി ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, നിങ്ങളുടെ അച്ഛന്മാർക്ക് ചിലപ്പോ ഇഷ്ടപ്പെടും. അപ്പൊ ഈ സ്കൂളിന്റെ പേരെന്താ? ഇന്ന് പ്രവേശനോത്സവമായിട്ട് കഞ്ഞിയാണോ കുട്ടികൾക്ക് കൊടുക്കുന്നേ, അതോ ഞാൻ വെച്ച കോഴിക്കറിയോ? കോഴിക്കറി. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് കോഴിക്കറി തന്നെ തിന്നാം. ഇങ്ങനെ പറയട്ടെ. എനിക്ക് സെന്റിമെന്റ്, എനിക്ക് ഫീൽ ആവുന്നു. ഇവിടെ ആരാ എ ക്ലാസ്സിലുള്ളവര്? ഞങ്ങളുണ്ട്. കുട്ടിയുടെ അച്ഛൻ നല്ല ഒന്നാം തരം എ ക്ലാസ്സാ. മോനെ, ഈ അച്ഛന്റെ മിസ്ഡ് കോൾ അവിടെ മാത്രമല്ല ഇവിടേക്കും വരാറുണ്ട്. അപ്പൊ എന്തായാലും കോഴിക്കറിയുടെ റെസിപ്പി അത് വഴിയെ ആവട്ടെ. ഇപ്പൊ കോഴിക്കറി വെക്കണ്ട. ശരി, അപ്പൊ കുട്ടികളുടെ ഈ ഒരു പ്രവേശനോത്സവം സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. പാരന്റ്സും അതുപോലെ തന്നെ കുട്ടികളും പിന്നെ ഈ ചേച്ചിയും ടീച്ചറും എല്ലാരും കൂടി നമുക്ക് ഡാൻസ് ചെയ്യാം. പാരന്റ്സിന് അത് കണ്ട് സന്തോഷിക്കാം. നമ്മുടെ ഈ ചേച്ചി ഗിഫ്റ്റ് തരും, മാർക്ക് തരും. ശരി. നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ, വണ്ണാമല നമ്മുടെ നാട്, നമ്മൾക്കും ഉണ്ടൊരു സ്കൂള്. ഈ സ്കൂളിന് അഭിമാനിക്കാൻ സുദിനം വരും. കേട്ടോ സ്നേഹിതരെ, മാഷായാൽ മാനസതാരിൽ അറിവിന്റെ കലവറ വേണോ, കറയില്ല സ്നേഹം വേണോ, നന്മ വേണം. കേട്ട സ്നേഹിതരെ, അക്ഷരമറിയാതറിവില്ല, അക്ഷരമറിയാതറിവില്ല, ആ വിത്തറിയാതെ വിളവില്ല. വിജയ പരാജയം വിധിതമല്ല, അതുമിതുമല്ല, ഇതു കളിയല്ല. സ്നേഹിതരെ, കേട്ട സ്നേഹിതരെ, നാടായാലൊരു സ്കൂള് വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ. അമ്പലത്തിലെ കാണിക്കവഞ്ചിയുമായ ഒരാള് അങ്ങോട്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സംഭാവനകൾ ഇടുകയാണെങ്കിൽ ഉത്സവം ഗംഭീരമാകാം. ഓക്കെ, അപ്പൊ എന്തായാലും പ്രവേശനോത്സവത്തിന്റെ ഇൻട്രോ ഗ്രാൻഡ് ആൻഡ് കളർഫുൾ. വി ആർ വെരി ഹാപ്പി. സ്റ്റാർ മാജിക് സ്കൂളിലെ നമ്മുടെ ഈ ഡിവിഷനിലെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ് വന്നിട്ട്. താങ്ക് യു. പഠിക്കണം. എന്റെ അമ്മേനെ കാണുന്നില്ല, എന്റെ അച്ഛനെയും കാണില്ല ടീച്ചറെ. എന്റെ അമ്മേനെ കാണില്ല. ആ ബൂത്തിന്റെ അവിടെ എന്താ ഇത്? എനിക്ക് അവിടെ ഞാൻ അവിടെ നിന്നോട്ടെ, പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞില്ലേ. പിന്നെ എന്നോട് പറയാം ചിക്കൻ കറി വെക്കുന്നതിന് എങ്ങനെ എന്നോട് ചോദിക്കാം. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, ഈ ചിക്കനിൽ നിന്ന് നീ വിട്ടില്ലോടാ ഇതുവരെ. പിന്നെ ടീച്ചർ, എനിക്ക് ഈ ചേച്ചിയുടെ കോഴി ചേച്ചിയുടെ കൂടെ ചേച്ചി, നോട്ട് കോഴി ചേച്ചി, ചേച്ചിയുടെ കൂടെ കളിക്കണം. കളിച്ചോളൂ. കളിക്കണം. കളിക്കാം. ഓക്കെ ശരി. അതെ, ചേച്ചിക്ക് എങ്ങനെയാണ് ഏറ്റ അവാർഡ് കിട്ടിയെന്ന് സൂസ് രണ്ടാമത് തുടങ്ങുമ്പോൾ മേടിച്ചെടുക്കണമെന്ന് തോന്നുന്നു.
ചോദിച്ചോളൂ. ചേച്ചിക്ക് എങ്ങനെ ചേച്ചി സ്റ്റാറ്റ് അവാർഡ് കിട്ടിയ? സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ രേഖ എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തു. ഇതുപോലെ മിസ് കോൾ അടിക്കുന്ന മാമന്മാരെ മലർത്തി അടിച്ചിട്ട് award കിട്ടി. ആണോ? എനിക്കും വേണം. മലർത്തി അടിച്ചാൽ മതി, അത് അച്ഛനാണോ മാമനാണോ നോക്കണ്ട. ഇവക്ക് സൂസുവിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ട്. ശരി, എന്നിട്ട് സ്റ്റേറ്റിനെ വിട്ടോളെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചേച്ചി നിങ്ങൾക്ക് ഗിഫ്റ്റ് തരും. അതുപോലെ തന്നെ നന്നായിട്ട് ഡാൻസ് ചെയ്തത് ആരാന്നുള്ളത് ഇപ്പൊ പറയണം. ആരാ ഇതിൽ ഏറ്റവും നന്നായിട്ട്, ആരൊക്കെയാ ഇതിൽ ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്തേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിങ്ങിണി. രണ്ടാം സ്ഥാനം പറഞ്ഞില്ല. രണ്ടാം സ്ഥാനം എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടത്. ഇവനെ പേരെനിക്ക് അറിയത്തില്ല. പപ്പൻ. വെരി ഗുഡ് പപ്പൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ചേച്ചീനെ അവിടെ ചെയറിൽ റെസ്റ്റ് എടുക്കട്ടെ. അതിനു മുമ്പ് നമ്മുടെ പപ്പൻ പിപ്പി പറഞ്ഞില്ലേ ഒരു ഗെയിം വേണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു കുഞ്ഞു ഗെയിം ഇവരുടെ കൂടെ കളിച്ചിട്ട് പോയ അവർക്ക് സന്തോഷം. മിഠായി ഗെയിം കളിക്കാം നമുക്ക്. ഓക്കെ. ജംസ് ഇഷ്ടാണോ? ജെയിംസിന് ഇഷ്ടമാണ്. ജെയിംസ് അങ്കിളിന് ഇഷ്ടമാണ്. ജെയിംസ് അങ്കിളിന് ഇഷ്ടം. ജെയിംസ് അങ്കിളല്ല, ജംസ് മിഠായി ഇഷ്ടാണോ? ശരി, ഈ ഗെയിം എങ്ങനെ കളിക്കണ്ടേന്ന് പറഞ്ഞാൽ സ്ട്രോ ഇല്ലേ ഇവിടെ? സ്ട്രോ ഉണ്ട്. സ്ട്രോ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഊതണം. എങ്ങനെ ഊതണം? ഉള്ളിലേക്ക് ഊതുവല്ല, വലിക്കും പോലെ ഉള്ളിലേക്ക് വലിക്കണം. നമ്മളപ്പം ആ ഒരു ബൗളിലേക്ക് ഇത് ഇടണം. ഓക്കെ, ഇങ്ങനെയാണ് ഗെയിം. എനിക്ക് മിഠായി വേണം. മിഠായി തരാം, ഞാൻ ഇത് ഊതി എടുത്തോട്ടെ. റെഡി? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. അതിരമ്മ സൂപ്പർ. അച്ഛ സോസം പിടച്ച. ഉണ്ണിക്കുട്ടന്റെ അച്ഛന് കൈ വറക്കുന്നു. അച്ഛ സോസം. വെരി ഗുഡ്. സൂപ്പർ. ട്രിക്ക്. മറ്റവനെ പൊട്ടിക്കമ്മ. അമ്മ പൊട്ടിക്കമ്മ, പെട്ടെന്ന് പൊട്ടിക്കമ്മ. അവനെ നമുക്കിന്ന് അച്ഛ ജൽദി അച്ഛ ജൽദി. അച്ഛ ബുദ്ധി. പുള്ളിക്ക് ആസ്മയുള്ളതുകൊണ്ട് ഉള്ളിലേക്ക് ശ്വാസം പെട്ടെന്ന് കിട്ടും. അച്ഛ മഞ്ഞ. വെരി ഗുഡ്. പെട്ടെന്നാവട്ടെ നെൽസൺ. വെരി ഗുഡ്. ആതിരാമ്മ സ്കോർ ചെയ്യണേ. ആതിരാമ്മ സ്കോർ ചെയ്യുന്നു. അതിരമ്മേ അച്ഛനെ കൊണ്ട് പൊട്ടിക്കും പോലെ പൊട്ടിക്കമ്മേ. വേഗട്ടെ. നെൽസൺ ക്രൂരനാണ്. എടാ നെൽസോ, നിനക്കെന്താടാ ഭ്രാന്താണോ? പെട്ടെന്ന് എടുക്ക്. അമ്മ തീർന്നു. വിളിക്കുന്നു. മാമി ജയിച്ചു. വെരി ഗുഡ്. സൂപ്പർ. എന്റെ അമ്മ ജയിച്ചു. നമ്മുടെ പീപ്പിക്കുട്ടിയുടെ അച്ഛൻ ഭൂലോക തോൽവി അല്ലേ? ഞാൻ വിട്ടുകൊടുത്തല്ലേ? അതെ. ശരി, നമുക്ക് നോക്കാട്ടോ. ഇനി വിൻസി ചേച്ചി ഈ ഗെയിം കളിക്കട്ടെ. വിൻസി ചേച്ചിയുടെ കൂടെ ഒരാളും കൂടെ വേണല്ലോ. ബിനുചേട്ടൻ അല്ലേ? മിനുമാമ കളിക്കണം. നീ അപ്പുറത്തെ കടയിൽ പോയി അപ്പുറത്തെ പഞ്ചായത്തിലോ ഈ ജില്ല വിട്ടോ പോയി 50 രൂപയുടെ മുട്ടായി മേടിച്ചോ. ശരി, വാങ്ങിച്ചോണ്ട് വാ. അച്ഛൻ ഞാനൊരു 100 രൂപ. അല്ലല്ല 100 രൂപ തരട്ടെ. എനിക്കാ? എന്തിന്? എന്റെ അമ്മയുടെ അടുത്ത് പോവാൻ. മിഠായി കിട്ടിയില്ല അച്ഛാ. ബീഡി മേടിച്ചു ആകാശിന്. ആർക്ക്? നമുക്ക് വലിക്കാൻ. ശരി, അപ്പൊ ബിനുമാവനും നിങ്ങളുടെ വിൻസി ചേച്ചിയും കൂടെ ഗെയിം കളിക്കാൻ പോവാ. അപ്പൊ അച്ഛനല്ലേ എപ്പോഴും ചോദിക്കണം, കണ്ടറിയില്ലേ? നോക്കാം, നമുക്ക് ഗെയിം കളിക്കാം. ടീച്ചർ, ഈ കളർ അടിച്ച പാറ്റ ഗുളിക തരുമോ? അത് ചോക്ലേറ്റ്. നിനക്ക് ഒറിജിനൽ പാറ്റ ഗുളിക തരാടാ. എന്തിനാ അത് ഈ പാറ്റ ഗുളിക എന്ന് പറഞ്ഞേ? ഇവന് കൊടുക്കാനാ, ഇവനെ ഇവിടെ ഓടിക്കണം. ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്.
വെരി ഗുഡ് സൂപ്പർ ഇതെന്തത്? പിന്നെ മാമ തോറ്റു. ഒരു മരം കൊത്തിയുടെ ലാഘവത്തോടു കൂടി വെരി ഗുഡ് വിൻസി, സൂപ്പർ. അടിമാലിത വിജയിച്ചു കയറുന്നു. അടിമാലി ചിമ്മിനിക്കകത്തൊന്നും വീട് കത്തിക്കുന്ന പോലാണ് നാടകം. സമയം പോവും. വെരി ഗുഡ് വിൻസി, വെരി ഗുഡ്. കൈ വേണം. മോനെ വാ, നമുക്ക് അമ്മ എടുത്ത് കളി കാണാം. പിന്നെ മാമ തോറ്റു. Only 4 more. Ready? ടീച്ചർ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമോ? തീർന്നു. അടിമാലി വീടി മാറ്റി സിഗരറ്റാക്ക്. പിന്നെ മാമ തോറ്റു. വീടി മാറ്റി സിഗരറ്റാക്കണം. സിഗരറ്റ്. പിന്നെ മാമ തോറ്റു തൊപ്പിയിട്ടു. സൂപ്പർ. അളിയാ, പോരളിയാ, വാ. പൊളി. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോ അവരെ തോപ്പിക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ഞാൻ ചെയ്തു. അതെ. നമുക്ക് ഇഷ്ടം. എനിക്ക് നെൽസ ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്കൊരു സംശയം. എന്താ? നമ്മുടെ ഗസ്റ്റ് വലിക്കും. അന്നാ കുട്ടന്റെ അമ്മയും വലിക്കും. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിം ഇവിടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ വിൻസിയാണ് ജയിച്ചിട്ടുള്ളത്. ഗുഡ് ജോബ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ കുട്ടികളുടെ എബിലിറ്റിയും സ്കില്ലും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പാരന്റ്സിന്റെ മുന്നിൽ വെച്ചിട്ട് നമുക്കൊരു ഗെയിം കളിക്കാം. അതിൽ കിട്ടുന്ന മിഠായി നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് ഇങ്ങനെ മിഠായി പെറുക്കല ഗെയിം അച്ഛനും അറിയണ്ടായിരിക്കും. നമ്മൾ കാരണന്മാരുടെ മുമ്പിൽ വെച്ച് മക്കളുടെ സ്കില്ല് കാണിക്കണം. ഞാൻ എന്റെ സ്കില്ല് കാണിക്കൂല. കാണിക്കാത്ത ഞാൻ കാണിക്കൂല. ഞാൻ ഇതുവരെ ആരുടെ മുമ്പിലും ഞാൻ സ്കില്ല് കാണിച്ചിട്ടില്ല. കാണിക്കൂല. സ്കില്ല് കാണിക്കാൻ വയറുകൊണ്ട് കാണാത്തതാ. ഈ എപ്പിസോഡ് തുടങ്ങാൻ ഇതുവരെ മിണ്ടിയില്ല. പക്ഷെ മിണ്ടിയത് ആയുഷ്കാലത്തേക്കുള്ളത് മിണ്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഈ മിഠായി നമ്മൾ താഴേക്ക് ഇടും. ഒരു കൈ പൊന്തിച്ചിട്ട് ഈ ഒരു കൈ റേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ കൈ കൊണ്ട് മാക്സിമം എത്രത്തോളം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അത്ര ഇടി ഉണ്ടാക്കി കളക്ട് ചെയ്യണം. ഇതാരാ ഇങ്ങനെ മുടിയിട്ട് തന്നെ? നിങ്ങളെ ഫ്രണ്ട്സ് ആയോ? നിങ്ങൾ കൂട്ടും കൂടി അവിടെ സംസാരിച്ചിരിക്കുക. ഞാൻ അമ്മയുടെ സംസാരിക്കട്ടെ. ടീച്ചർ ഞാൻ ഒരു കാര്യം പറയാം. ഇവരെല്ലാം സ്കില്ല് കാണിക്കുമ്പോൾ ഞാൻ കില്ല് കാണിക്കും ഇവനെ. ഹലോ ആലപ്പി ഗോപകുമാർ. പറയാൻ പാടില്ല. ഹലോ ആലപ്പി ഗോപകുമാർ. നമസ്കാരം. ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ കേട്ടോ. ലെഫ്റ്റ് കൈ പൊക്കി പിടിച്ചിട്ട് റൈറ്റ് കൈ സ്ട്രേറ്റ് വെക്കൂ. പതുക്കെ എല്ലാവരും ഇങ്ങനെ ഇരിക്കൂ. നമ്മൾ ഇതേ കൗണ്ട് ഡൗൺ വിൻസി ചേച്ചി തരൂ കേട്ടോ. മോന്റെ അമ്മ എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഞാനുണ്ടാ കൂടെ. ഈ കുട്ടിയുടെ അച്ഛനൊന്ന് അവിടെ ഇരിക്കും. എനിക്കെതിരെ ഞാൻ കേസ് കൊടുക്കൂടും. മോൻ കളിച്ച് ശ്രദ്ധ മുഴുവൻ അവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ തോറ്റു പോകും കേട്ടാ. റെഡി 1 2 3 സ്റ്റാർട്ട്. കള്ളക്കളി ആരും കളിക്കരുത്. നന്നായിട്ട് കളിക്കുക. തല്ലുകൂടരുത്. ആരാ എന്റെ പെങ്ങളെ ചവിട്ടിച്ചത്? ടീച്ചർ ആ കുട്ടിയുടെ ട്രൗസർ കീറി. ട്രൗസർ കീറിയതല്ല, നിക്കർ ഊരിപ്പോയതാന്ന്. ഒരു മുതുക്കം നിന്നിട്ട് പറയണ്ടേ കിറ്റി. എല്ലാരും കാണിക്കൂ. ഇങ്ങനെ നീട്ടി പിടിക്കൂ. എണ്ണാൻ അറിയോ? ഇതെന്താ? 3 4 5 6 ഗുഡ് 7 8 9 10 നന്നായി പെറുക്കി. 11 മോൻ നന്നായി പെറുക്കി. 12 13. അടുത്തത് അവൻ ഗുഡ്. 1 2 3 5 6 7 8 9 10 11 12 13. ഇങ്ങനെ എണ്ണാൻ അറിയോ? ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അതെ മോൻ എണ്ണി കളിക്കണേ. ഞാൻ എണ്ണം പറഞ്ഞു കൊടുത്ത പഠിപ്പിക്കായിരുന്നു. അറിയില്ലേ അമ്മയ്ക്ക് അത്യാവശ്യം ക്വാളിഫിക്കേഷൻ? ഇല്ല. എടാ നീ കണക്കിനാണെങ്കിൽ ഓ അമ്മയും സപ്പോർട്ടാണ്. അപ്പൊ അതെ മിക്കവാറും അഴിയെണ്ണും. ഇനി 1 2 3 അവനല്ല അഴിയെണ്ണ, നീ. അവൻ നക്ഷത്രം എണ്ണും. അത് കഴിഞ്ഞ് നീ അഴിയെണ്ണും. 13 13 13 14 15. അവിടെ കള്ളത്തരുണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. ടൈ.
മോളെ 1 2 3 4 5 6 7 8 9 10 11 8 ഞാൻ കഴിച്ചു. വെരി ഗുഡ്. നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ഗെയിം കഴിയുമ്പോൾ ജയിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ കിങ്ങിണി ദേവിക്കുട്ടി. എന്റെ മോള് തറവാടിന്റെ മാനം 15 പോയിന്റ് ഉണ്ട്. ടീച്ചറെ ഞാൻ ആവശ്യമുള്ള മുട്ടായി പിറക്കിയപ്പോ നിർത്തിയതാണ്. നല്ല കാര്യം. അത് നമ്മൾ അത്യാഗ്രഹിക്കരുത്. ആവശ്യമുള്ളത് മാത്രം. അവൻ പെറുക്കിയാണ്. നമ്മുടെ രണ്ടുപേരുടെയും മക്കൾ തോറ്റുപോയല്ലോ. നമ്മുടെ രണ്ടുപേരുടെ മക്കൾ എന്ന് പറയുമ്പോ എന്നെ കൂടാതെ വേറെ മക്കളുണ്ടോ? അല്ല, എന്റെ മകനും ഉണ്ടല്ലോ. ഒന്ന് വരൂ. അച്ഛാ അങ്ങ് നിന്ന് പോവാണല്ലോ അവിടെ. അച്ഛാ എന്റെ അച്ഛൻ തന്നെയാണ് അച്ഛൻ. ഈ ബിനിമാമിന്റെ അച്ഛൻ മാത്രമല്ല പലരുടെയും അച്ഛനാണിത്. അല്ലെന്ന് പറയാനാണ് എന്റെ ആഗ്രഹം. ഈ ബിനിമാമന്റെ മോള് ജയിച്ചെന്നറിയോ? ലോക പറിക്കുക. അച്ഛന് വേണമെങ്കിൽ ഈ അമ്മ വേണമെങ്കിൽ ലൈൻ അടിച്ചോ. കണ്ടു പഠിക്കാം, മക്കളെ കണ്ടു പഠിക്കാം. നിന്നെ പോലെ നീ മുട്ടായി പിറക്കി തോറ്റത് ചുമ്മാതല്ല. ദൈവമേ, എന്തിനിങ്ങനെ കറണ്ട് കളയുന്നു? അയ്യോ, ഇത് വഴിതെറ്റിക്കൽ ക്ലാസ് ആയി പോയോ എന്നൊരു സംശയം. അല്ല, ടെസ്റ്റ് പോകുമ്പോ മാമനെയും കൊണ്ടുപോകണം. എന്റെ അമ്മയ്ക്ക് സമാധാനം. ഗസ്റ്റിനെ കൊണ്ട് സംസാരിപ്പിക്കട്ടെ. സൈലൻസ് എന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. സൈലൻസ്. പറയൂ. നീ കുട്ടിയാണോ? ഈ കുട്ടികളെ കൊണ്ട് ഇത്രയും കാലം ഈ സ്കൂള് ഓടി എന്നറിഞ്ഞതിൽ 7ാമത്തെ വർഷത്തിലേക്ക് കടക്കുക. പക്ഷെ ഇവരാണ് കേട്ടോ ഇതിന്റെ ഒരു ജീവൻ. അതുകൊണ്ട് സൂപ്പർ. ഓക്കെ, അപ്പൊ ഏതായാലും സ്റ്റാർ മാജിക്കിന്റെ ഈ ഒരു പ്രവേശനോത്സവം നമ്മളിതാ ഇങ്ങനെ സെറ്റായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, റീചാർജ് ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിൻസി എങ്ങനെ നിന്ന കാലിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത്ര ശരിയല്ലല്ലോ. അത് കാരണം ഇനി നമുക്ക് കുറച്ചു നേരം ഇരുത്തി നമ്മൾ കേൾപ്പിക്കാൻ പോവാ തമാശകള്. സോ വൺസ് അഗൈൻ ദിസ് ഈസ് സ്റ്റാർ മാജിക് ആൻഡ് ലെറ്റ്സ് വെൽക്കം വിൻസി ടു സ്റ്റാർ മാജിക്. ഇനി പവൻ കൂടുതലാണ് മോനെ. അപ്പൊ നമ്മുടെ ഗേൾസിനും ബോയ്സിനും വേണ്ടിയിട്ട് ഇനി നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി പോവാം. ഈ ഗെയിം നിങ്ങൾ രണ്ടുപേരും തന്നെ കളിക്കണ്ടേ ട്ടാ. എങ്ങനെ ഗെയിം എന്ന് പറയട്ടെ? ഏറ്റവും ആദ്യം നമ്മുടെ അച്ഛനമ്മമാര് ഗെയിം കളിച്ചിട്ടില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഈ ഗെയിമിന്റെ പേരെന്താണെന്നറിയോ? മൂവിങ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് ജാം റോൾ. ഇത് കണ്ടോ, ജാം റോള് പോലെ ഇല്ലേ? ഇത് വെച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കാൻ പോണേ ട്ടോ. ജാം റോള് നമുക്ക് എങ്ങനെ കഴിക്കാം അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ സാധാരണ കോഴിക്കറി കഴിക്കുന്ന പോലെയല്ല ജാം റോൾ കഴിക്കണ്ടേ. പിന്നെ ഇനി അടുത്ത് ജാം റോൾ വിൻസി വിളിപ്പിക്കാൻ. ചേട്ടാ കുറെ നാളെ കണ്ടിട്ട് എന്നുണ്ട് വിശേഷമൊക്കെ? കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു ഫോട്ടോ എടുത്ത് തരുമോ? അപ്പോ ഈ ജാം റൂൾ എന്ന് പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണെന്ന് പറഞ്ഞ ഒരു ടീമിൽ നിന്ന് 3 പേരുണ്ടായിരിക്കും. 3 മെമ്പേഴ്സ്. എത്ര പേര്? 3 മെമ്പേഴ്സ്. ഏറ്റവും ആദ്യത്തെ ആള് ഇതിന്റെ മുകളിൽ കയറിക്കും, രണ്ടാമത്തെ ആള് ഇതിന്റെ മുകളിൽ കയറിക്കും, മൂന്നാമത്തെ ആള് അവിടെ കയറി നിൽക്കരുത്, ഇരിക്കണം. ഒരു പ്രോപ്പർട്ടി നമ്മളിങ്ങനെ തലയിൽ വെച്ച് തരും കേട്ടോ. മുകളിലൊരു സൂചി ഉണ്ടായിരിക്കും, തൊടാൻ പാടില്ല, കൈമുറി. ആ തൊപ്പി അവന്റെ തലയിൽ തിരിച്ചു വെക്കാവോ? എന്തിനാ? സൂചി അങ്ങ് അകത്തേക്ക് കയറി പോട്ടെ. ശരി, നമ്മൾ ഇത്രയേ ഉള്ളൂ. ആദ്യത്തെ ആൾ ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു, രണ്ടാമത്തെ ആൾ ഇതിന്റെ മുകളിൽ കയറി നിൽക്കുന്നു. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇതും ബലൂണും എക്സ്ചേഞ്ച് ചെയ്ത് ബലൂൺ ഇവിടെ എത്തുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുടെ തലയിൽ ഇത് അടിച്ചു പൊട്ടിക്കണം. കൈകൊണ്ടല്ല, നീഡിൽ വെച്ചിട്ട്. ഓക്കെ, ഇങ്ങനെ വേണം ഗെയിം കളിക്കാൻ. ടീച്ചറെ, പ്രവേശനോത്സവല്ലേ? അതെ. ഇന്ന് ഈ ചേച്ചി ഇവിടെ വന്നിരിക്കുന്ന സേവനവാരമൊന്നുമില്ലല്ലോ. ശരിയാണല്ലോ. ശരി, അച്ഛൻ കോമഡിയും മകൻ പാട്ടുകാരനും. അയ്യോ ദൈവമേ, ഇനിയും കേരളത്തിന് എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ജാം റോള് കളിക്കാനായിട്ട്. നമ്മുടെ കുട്ടിപ്പട്ടാളം കണ്ടാലും പറയും ഇവിടെ കളിക്കാൻ റെഡി ആയിട്ട്. ആര് ജയിക്കും? ഞങ്ങളുടെ ഈ ടീം ആര് ജയിക്കുന്നു പറ. ആ ടീം. ഇനി ഞങ്ങൾക്ക് തോറ്റാലും വേണ്ടില്ല. അല്ലടാ, അത്രേ ഉള്ളൂ. കൗണ്ട് ഡൗൺ പ്ലീസ്. 3 2 1. ഞങ്ങളുടെ ആകെപ്പാടെയുള്ള ആശ്വാസം ശ്രീവിദ്യ അവിടെ കളിക്കണ്ടല്ലോ എന്നുള്ളത്.
ശാലേ ഹെൽപ്പ്. എന്തെങ്കിലും സഹായിക്കണോ? ഏ? ബലൂൺ. മോളെ നീ ബലൂണിൽ മാത്രം നോക്കിക്കോണം, ബലൂണിൽ മാത്രം നോക്കണം, വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. ഓ ശ്രീവിദ്യ പതുക്കെ പതുക്കെ. കല്യാണല്ലേ? കല്യാണയില്ലേ? പതുക്കെ പതുക്കെ. എന്റെ ദൈവമേ. ഓക്കെ, റിപ്പീറ്റ്. ആ തട്ട് തട്ട്, അങ്ങോട്ട് തട്ടരുത്. ആ അങ്ങനെ പതുക്കെ തട്ട്, പതുക്കെ തട്ട്, പതുക്കെ തട്ട്, പതുക്കെ തട്ട്. ഒരുപാട് ഹൈറ്റ് പോകുന്നു. ആ അല്ലല്ല അത് കുഴപ്പമില്ല. പതുക്കെ തട്ട്, പതുക്കെ തട്ട്. എല്ലാ കുഴപ്പമില്ല. വെൽഡൺ, വെൽഡൺ, വെൽഡൺ. ആ തട്ട്. ആ ആലിംഗനം ബ്രദേഴ്സ്. സുമേഷിന്റെ അമ്മ വീണോ എന്തോ? എന്തോ ആ ആതിര, വെൽഡൺ ആതിര. ആ നീ തട്ടിക്കൊടുത്ത്, തട്ടിക്കൊടുത്ത്, തട്ടിക്കൊടുത്ത്. അങ്ങനെ പോട്ടെ. ആ പതുക്കെ തട്ട്, പതുക്കെ തട്ട്. അപകടമായി പോയ തട്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അവിടെ അധികം അകത്ത് വെക്കേ. പോട്ടെ പോട്ടെ. ശ്രീവിദ്യ പതുക്കെ. അച്ഛമാകത്ത് അത്രയും വലിച്ചു തട്ടല്ലേ. ആ ഓക്കെ, ഗുഡ് 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 ഗുഡ്. പോ ഒറ്റ കറക്കിനപ്പുറം. അച്ഛമാകത്തേക്ക്. ആ ആ സൂപ്പർ. പതുക്കെ പതുക്കെ പതുക്കെ. അവരവരുടെ ഇന്ന് പോയിരിക്കാണ് മക്കളെ. ശ്രീവിദ്യ ആ തട്ടി തട്ടി തട്ട് തട്ട്. ആ കള്ളക്കളി, തട്ടിക്കളി, തട്ടിക്കളി, തട്ടിക്കളി. കയ്യിൽ ഒട്ടിച്ചു വെച്ചേക്കാണ്. അത്രയും പൊക്കി തട്ടണ്ട. അത് തന്നെ, അത് തന്നെ, അത് തന്നെ. മിടുക്കി, ഇവിടെ മിടുക്കി, മിടുക്കി, പറഞ്ഞത് അപ്പോഴത്തേക്കും അവിടെ പിടിച്ചു കഴിഞ്ഞു. അത് തന്നെ മോളെ. അപ്ര 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 അപ്രേ. അയ്യോ ഇങ്ങനെ പാടുപെട്ടി തട്ടില്ല, കൈ പിടിച്ചോണ്ട് വെച്ചോണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചോ. എടാ പൂവാലാ. അതാണ് കേട്ടോ. പതുക്കെ 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 കൈ കാണിച്ചാൽ മതി, കൈ കാണിച്ചാൽ. കളിക്കറിയാൻ പാടില്ല, കളിക്കണ്ട കേട്ടോ. ഹലോ ശ്രീലങ്ക. ഓക്കെ, മോളെ ഫെവിക്കോൾ ഉണ്ടോ കയ്യില്? ഫെവിക്കോൾ ഉണ്ടോ? ബലൂൺ മേലോട്ട് പോകുന്നില്ല. അച്ഛാ ലോക്കൽ കോൾ മതിയാ? ലോക്കൽ കോൾ. ഇനി നീ ഇങ്ങോട്ട് വന്ന നിന്റെ കാലി ഞാൻ തെഞ്ഞോടി. കളയല്ലേ കളയല്ലേ കളയല്ലേ. വെരി ഗുഡ്. അയ്യോ തട്ടി തട്ട് തട്ട് തട്ട്. ആ മതി മതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇറങ്ങി എന്തിനാടി? അയ്യോ എന്നാ എന്റെ വയറ് കുത്തി കീറും. അയ്യോ അനു കണ്ണു നോക്ക്. ഗുഡ് ജോബ്, ഗുഡ് ജോബ്. എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് ഹാറ്റ്സ് ഓഫ്. പെൺകുട്ടികൾ വിചാരിച്ചാൽ ഇങ്ങനെ സാധിക്കും. പക്ഷേ പെൺകുട്ടികൾ വിചാരിക്കുമ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കി വിചാരിക്കണം. ഈ ജാം റോളിന്റെ മുന്നിൽ അല്ലെങ്കിൽ മോളിൽ കയറി നിന്നിട്ട് വേണമായിരുന്നു എന്ത് ചെയ്യണം. അല്ലാണ്ട് അവിടെ പോയിട്ട് ഇന്നടിച്ചു എന്ന് പറഞ്ഞ നാളികേരം പൊതിക്കണ പോലെ കൊതിക്കോ കൊടുക്കാൻ പാടില്ലല്ലോ. മനസ്സിലായോ? സോ 0-0 റിപ്പീറ്റ്. ചെറിയ ഒരു ഇൻഫോർമേഷനും കൂടെ പാസ് ചെയ്തോട്ടെ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ ചിലങ്കയാണെങ്കിൽ ചിലങ്ക ഒറ്റ തട്ട് തട്ടുന്നു. തട്ടി കഴിഞ്ഞിട്ട് അനുവിനത് പ്രോപ്പർലി കിട്ടുന്നില്ലെങ്കിൽ അനു കൈ യൂസ് ചെയ്യാം. തട്ട് ശ്രമിക്കാം. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. ജസീല സ്റ്റാർട്ട്. ആ രണ്ട് കൈ ഇടയിലിട്ട് തട്ടിക്കളിക്കും. കൈയുടെ ഇടയിൽ കോൺസെൻട്രേഷൻ വിടല്ലേ. ആ കൈ ഈ കയ്യിലോട്ട് തട്ട്. ആ കൈ ഈ കയ്യിലോട്ട് തട്ട്. അങ്ങനെ അങ്ങനെ അറിഞ്ഞോണ്ട് കൈ ശ്രീവിദ്യ ആ കൈ ഈ കയ്യിലോട്ട് തട്ട്. ശ്രീവിദ്യ ഞാൻ പറഞ്ഞു. ശ്രീവിദ്യ ഇങ്ങനെ തട്ടി ഈ കൈ ഇങ്ങനെ തട്ടി തട്ടി ബാലൻസ് ചെയ്ത്
അത് തന്നെ അത് തന്നെ അത് തന്നെ. ആതിരാ ആണ്ട് പേടിപ്പിക്കല്ലേ. നേരെ ബാക്കി കൂടെ എടുത്തോ. അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ. അയ്യോ ഓക്കേ ഇട്ടു. ഇനി ഇടാലോ. ഇനി ഇടാ. വാ. അയ്യോ 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 എന്നെ കൊണ്ടിട്ട് ചവിട്ടി കൂട്ടറാ ചവിട്ടറാ. ശ്രദ്ധിക്കണ്ട അമ്പാനെ. ഓക്കെ ചേഞ്ച്. ആൾക്കാർ മാറി കളിക്കണം. ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ പാസ് ചെയ്യാണ്. വൺ മോർ തിങ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. പുറത്തേക്ക് ലൈക്ക് പോവാണെങ്കിൽ നിങ്ങളുടെ ഒരു ടീം മെമ്പറിന് ആ ബലൂൺ തട്ടി കൊടുക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെയും നമ്മൾ ലിബറലാക്കി ഒന്ന് ജയിച്ച് കണ്ടാ മാത്രം മതി. ഈ മയിൽക്കുറ്റിയിലിരിക്കുന്ന കുരങ്ങനെ ഞാൻ പഴം കൊടുത്തോട്ടെ. ശരി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. നമുക്ക് തട്ടിത്തരാൻ പറ്റില്ലേ? തട്ടിക്കൾ പുറത്തു വരെ ഞങ്ങൾക്ക് തട്ടിത്തരാം. ഓ പോയി. അനു അവനോട് വീഴ്ത്തരുത് പിടിച്ച്. അത് തന്നെ. അയ്യോ 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 തട്ടന് മുകളിലേക്ക്. ഒറ്റ കൈ ആണോ? മിസ്റ്റർ ഓഡിയൻസ്, ഞങ്ങളുടെ ടീമിലെ 2 പാഴ്വസ്തുക്കളാണ് ഈ കളിക്കുന്നത്. ഒന്ന് കൈയടിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഈ ഗെയിമിന്റെ പേരൊന്ന് മാറ്റിയാലോ? ഇലക്ട്രിസിറ്റി ദുരുപയോഗം. അല്ലാതെ ഒന്നും നടക്കില്ല. അതിന് ഭേദം മയിൽക്കുറ്റിയിലെ മങ്കി എങ്ങനെ ആക്കാം? എടി അവനെ പിടിക്കരുത്, പിടിച്ച് മറക്കരുത് കേട്ടോ. നെൽസൺ കുടിയന്റെ സ്കിറ്റ് ചെയ്യണോടാ. നീ കുടിയന്റെ സ്കിറ്റ് ചെയ്യാതെ നീ ആ ഗെയിം കളിക്കേ. അതന്നെ. പതുക്കെ മതി. ബോക്സിന് അവിടെ നിന്ന് മാറി നിൽക്കുക. മീശയെ കൊണ്ട് ബലൂൺ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ജിഷിന്റെ വീഴ്ച കോമഡി നന്നായിട്ട് കയറുന്നുണ്ട്. ഞാൻ വീഴാൻ പോകുന്നില്ല, ഇത് കൊതയുന്നുണ്ട്. പ്രൊഡക്ഷനിൽ ആരെങ്കിലും വന്നിട്ട് ഈ നെൽസൺ ചേട്ടൻ ഒരു ഗ്ലാസ് മോര് കൊടുക്കും. ഭയങ്കര ആട്ടവും പിടുത്തും. അയ്യോ അയ്യോ അയ്യോ. ഇത് ഗെയിമാണ്, അല്ലാതെ ഹണിമൂൺ അല്ല. ഞാൻ മമ്മിനോട് പറഞ്ഞു കൊടുക്കും. അവിടുന്ന് കൊടുത്തു. അവിടെ ഇനി കറക്കണ്ട. ഇങ്ങോട്ട് കൊടുത്തു. തിരിച്ച് എടി തിരിച്ചു. മണ്ട കുത്ത്. ഞാൻ അങ്ങോട്ട് താഴെ പോയി. എടാ ഇത് കാണാൻ പാടില്ല. ഗെയിമിന്റെ പേര് ഒന്നുകൂടെ മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നു. പാഴ്വേലകൾ. പതുക്കെ തട്ടിയോ ശ്രീവിദ്യ പതുക്കെ തട്ടി. നീ എന്നെ വഴക്ക് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ നീ പറയും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത് പതുക്കെ തട്ട്. ഓക്കെ, അച്ഛന്മാർക്ക് ഒരു ഫേവറും കൂടെ ചെയ്തു കൊടുക്കാം കേട്ടോ. ക്യാമറയുടെ പൊസിഷൻ എങ്ങാനും തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അത് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം, മാറ്റി വെച്ച് കൊടുക്കാം. യെസ്, ഹെൽപ്പ് ചെയ്യൂ അവരെ. തട്ടിക്കൊടു. എനിക്കറിയത്തില്ല.
എടാ അറിയാതെ സംഭവിച്ചുള്ള ഉല്ലാസം. അല്ലല്ല ഇത് ഉല്ലാസേട്ടൻ ടീം. അതായത് ഈ ഒരു ഗെയിമില് 1 പോയിന്റ് ഇപ്പം ഇവർക്ക് കിട്ടി. പക്ഷേ ഈ ഗെയിം കറക്റ്റ് ട്രാക്കിൽ വീണതും നമ്മൾ കുറച്ചും കൂടെ റൂൾസിൽ ഒന്ന് ലിബറൽ ആയപ്പോഴാണ് കറക്റ്റ് ഓക്കെ ആയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗെയിമിൽ വീണ്ടും റൂൾസിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഈ ജാം റോൾ ഒരാൾക്ക് മാറ്റി കൊടുക്കാം, ബലൂൺ എങ്ങാനും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് തട്ടിക്കൊടുക്കാം, ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഒരു ജോയിന്റ് എഫേർട്ട് ചേർന്നിട്ട് ആരാണ് ഫസ്റ്റ് ബലൂൺ പൊട്ടിക്കുക, ഏത് ടീമാണ് പൊട്ടിക്കുക, എത്ര അധികം ബലൂൺസ് നിങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡി? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. ഫ്രണ്ടിലേക്ക് കയറി കിടിയാനു. പെട്ടെന്നാവട്ടെ ഫ്രണ്ടിലേക്ക് കയറി അങ്ങ് നിൽക്ക്. അപ്പുറത്തങ്ങോട്ട് നോക്കട്ടോ. ഓക്കെ ഒന്നുകൂടെ കളിച്ചാൽ മതി. പൊക്കോളി, ഞങ്ങളില്ലേ ഇവിടെ, ഞങ്ങളിവിടെ ഇല്ലേ? ഞങ്ങളുണ്ടെന്ന് ഇവിടെ. തട്ടിട്ട് കൊടു. തട്ടിട്ട് കൊടുക്ക. തട്ടിക്കോ. തട്ടടി തട്ട്. സഹായിക്കാം. ഫൗള് പറയും അങ്ങനെ ഇട്ട് തട്ടിക്കഴിഞ്ഞാ. ഓക്കെ. അയ്യോ പൊക്കടാ. കളിച്ചോ. നിങ്ങൾ താഴെ പോവാതെ മാത്രം നോക്കിയാൽ മതി. പിടിച്ചോ. വേണ താഴെ പോയി പിടി കേറിക്കോ. അങ്ങനെ കാല്. തട്ടിട്. അവിടുന്നാണ് തട്ടി കൊടുക്കുന്നത് കേട്ടോ. അവർ അത്രയും ദൂരം തട്ടി കൊടുക്കുന്നത്. ആദ്യം ഇങ്ങോട്ട് ബാക്കിലോട്ട് ഇട്. തട്ടിക്കോ. അങ്ങനെ തട്ടിക്കൊടുത്തോ. അയ്യോ അവിടെ പോലെടാ. തട്ടോ. ഞങ്ങളാണ് ബസ്. അവര് അവിടെ വരെ വന്നിട്ടുള്ളൂ. ഇവിടെ വരെ വന്നിട്ടുള്ളൂ. അത് കൂട്ടില്ല. ഫൗൾ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. ഫൗൾ നിങ്ങൾ കളിച്ചത്. ഇത് കൂട്ടില്ലെന്ന്. നിങ്ങൾ അത് മാത്രം സ്ഥലത്ത് നിൽക്കുക. പിടിക്കരുത്. മാറ്. എടി നിങ്ങൾ അടിക്കണ്ട. നീ ഫ്രണ്ടിലേക്ക് കയറിയെങ്കിൽ ഫ്രണ്ട് വരണം. തരാം. അങ്ങടെ എഡ്ജിലേക്ക് പോണേ. എടി അത് കറക്ക് വെച്ചേ. കറക്കല്ലേ, തിരിച്ചു കറക്കല്ലേ. തിരിച്ചു കറക്കല്ലേ. അടുത്ത് ഒന്നും എടുക്ക. തിരിച്ചു കറക്ക. പതുക്കെ മതി. വേണ്ട. പതുക്കെ മതി. ചെറുതി വേണ്ട. ഞാനും അതിന്റെ എൻഡ് വരെ പോണെന്ന്. അതല്ല ഫൗളെന്ന് പറഞ്ഞേ. മാറ്.
ഓവർ. ശരിക്കും രണ്ട് ടീമും 4 പോയിന്റ്സ് വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുകെ ബലൂൺ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ എത്ര എണ്ണം ശരിയുണ്ട്? ഇവിടെ നടന്ന എല്ലാം പോലുള്ള ഓഡിയൻസ് ഉണ്ടല്ലോ, ആദ്യമായിട്ടാ വരട്ടെ. ഇങ്ങനത്തെ ഓഡിയൻസ് വേണം, ജഡ്ജസ് ആവുന്ന ഓഡിയൻസ്. വളരെ അഭിമാന പുരസ്സരം ഇവര് പറയാം. ഓ, അവിടെ ഇരിക്കുന്ന ആൾക്കൊക്കെ ആവേശമാണ്. കള്ളത്തരം കാണിച്ചാൽ ഞങ്ങൾ കൈയോടെ പൊക്കുന്നത്. 4-2. ദാറ്റ് മീൻസ് ഈ ഒരു ഗെയിം കഴിയുമ്പോൾ ഇതിൽ ജയിച്ചിട്ടുള്ളത് ഉല്ലാസ് പന്തളം മാൻ ടീം. എടാ മോനെ, കൈയടിക്കടാ മോനെ. എടാ മോനെ, എടാ മോനെ, രംഗത്തെ കാണിക്കൂടാ, കാണിക്കൂടാ. എടാ മോനെ, രംഗണ്ണ കാണിക്കൂന്നെ, കാണിക്കൂടാ. പുള്ളിക്ക് ഇത്തിരി മോര് കൊടുക്കൂ. നിനക്ക് ഞാൻ ഫസ്റ്റ് തരും. മകന്റെ അച്ഛൻ തന്നെ. അതല്ല, ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ, നീ എന്റെ മോനല്ല. എന്റെ ചങ്കുമോനാണ്, ചങ്കുമോൻ. ശരി, നമ്മൾക്ക് ഈ ഓഡിയൻസിനെ പരിചയപ്പെട്ടിട്ട് മതി ഇനി ഈ എപ്പിസോഡ് മുന്നോട്ട് പോണോ വേണ്ടോ എന്നുള്ളത്, അല്ലേ വിൻസി? എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിന്റെ ആ ഒരു വൈബ്? ഭയങ്കര എനർജിയാണ്. ഞാൻ ചോദിച്ചറിഞ്ഞു, കുറെ പേര് മലപ്പുറം ഉണ്ട്, കോതമംഗലം ഉണ്ട്. അടിപൊളി. അപ്പോ ജയിച്ച ടീം ഉല്ലാസ് പന്തളം, തോറ്റ ടീം അഭിമാന പുരസ്സരം ബിനു അടിമാലിയാൻ ടീം. ഞാനേ ഒരു വലിയ കൈഡി ഏറ്റവും ആദ്യം കൊടുക്കൂ. പിന്നെ നമ്മുടെ വിൻസിയുടെ നാട്ടുകാരെങ്ങനെയുണ്ട്? ഓഡിയൻസ് എന്റെ നാട്ടുകാർ മാത്രല്ല, കാടാമ്പുഴ, കോതമംഗലം, പാലക്കാട് എല്ലാം പരിചയപ്പെട്ട് വെച്ചിരിക്കുകയാണല്ലേ. എന്തായാലും പൊളി ഓഡിയൻസ് ആണ് കേട്ടോ ഇന്ന്. പിന്നെ ബിനിച്ചേട്ടനൊരു സംശയം മാറിയിട്ടുണ്ടാവും എന്ന് പാനൽ പറയാൻ പറഞ്ഞു. സാധാരണ പാനൽ തോൽപ്പിക്കുന്നു എന്ന് ബിനിച്ചേട്ടനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇത്തവണ ഓഡിയൻസ് തന്നെയാണ് ജയിച്ച ടീം ആര്, തോറ്റ ടീം ആരെന്നുള്ളത് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കഥയിൽ ചോദ്യമൊന്നുമില്ല. ഇങ്ങോട്ട് തരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ള US-ലൊക്കെ പോയി ഒക്കെ വന്ന ആ സ്റ്റൈലിൽ നിൽക്കുമ്പോൾ ഇനി അടി മേടിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താലോചിക്കാൻ തുടങ്ങിയാന്ന് പോലെ അടി കിട്ടണല്ലേ? നമുക്ക് ഇതെല്ലാം പുത്തിരിയാണ്. ഹിമാലി ഈ നമ്മുടെ ടീമിൽ വന്നുകൊണ്ടാണ് ഇപ്പൊ അടി തുടങ്ങണത്. അത് അമേരിക്കന്ന് കൊണ്ടുവന്നേക്കണ. അപ്പൊ എന്നാ തുടങ്ങിയാലോ? ജയിച്ച ടീം ഉല്ലാസ് പന്തളം ആൻഡ് ടീമാണ്. അപ്പോ വാച്ച് അതൊക്കെ മേടിക്കാനായിട്ട് ബാല തന്ന വാച്ചാണോ? അല്ല, ഇങ്ങനെ വേല നാടകം കൊടുത്ത വാച്ചാ. വ്യത്യസ്ത കഴിവുകളുള്ള സമസ്ത കേരള തോൽവി ഹാസ്യ നടൻ പട്ടം കരസ്ഥമാക്കിയ ആളിനെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ മർദ്ദിക്കാൻ പോകുന്നത്. ഓക്കെ മോനെ, റംബാനോ നമ്മുടെ ഓസ്ട്രേലിയൻ ബന്ധം വെച്ചിട്ട് പറയാൻ പാടില്ല. പക്ഷേ വിനീഷ് ബാസിനോട് ഞാൻ പറയാറുണ്ട്, കാലുപൊക്കി ഒരു അടിയും കൂടി ഉണ്ട് കേട്ടോ. ഈ ദുർവിധി വരാൻ കാരണം എന്താണെന്നറിയോ? ഓസ്ട്രേലിയൻ സ്പോൺസറുടെ കണ്ണീരാണ്, കണ്ണീര്. എന്തായാലും വന്നതിന് ശേഷം ഒപ്പിച്ചു തരുന്നുണ്ടല്ലോ. ആ പറഞ്ഞ കൗണ്ടറിൽ വേണമെങ്കിൽ അടി മുക്കിക്കളയായിരുന്നു. എന്ത് ചെയ്യാം, പാർട്ട് ഓഫ് ദ ഗെയിം. ശരി, 1 2 3 ഗോ. ഈ തൃക്കാലം ഇവിടെ പതിഞ്ഞതിന് ശേഷം ഭയങ്കര ഐശ്വര്യമാണ്. ഞാനേ ഒരു പോളിസി എടുത്തു വെക്കണം. പ്രത്യേകിച്ച് പേര് പറയുന്നില്ല. എന്റെ മോനോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്റെ മാതാജീനെ തല്ലാനാണ് പ്ലാനെങ്കിൽ കാര്യം പറയണ. ഹലോ, ഇതേ നീ മകനായിട്ട് അഭിനയിക്കുവാട്ടോ, അത് മനസ്സിലാക്കണം. ഞാൻ മാറ്
ആ മൈക്ക് നടക്കാവോ? കൊച്ചിന് എന്തെങ്കിലും പറയാനുണ്ടാവില്ല ഇത്? കൊച്ചല്ല അമ്മ. അയ്യോ കൊച്ചിന് എന്തെങ്കിലും പറ. ഞാൻ പറയുന്നൊരു പാട്ട് ചേട്ടൻ പാടുവോ? പിന്നെന്താ? പുത്തൻ സാനാണ്. കിളവ പാട്ട് മറുകളവാ പാട്ടാണോ പറഞ്ഞ? മാറു കിളവാന്നാണോ? മറു കേളര പോരാഘവാ. രാഘവൻ വന്നു. എത്ര വർഷമായിട്ട് രാഘവൻ ഓ രാഘവാ ഇതാണ്. ഓ രാഘവാ നീ പാടിയ രാഘവൻ ഇതാണ്. ഓ ഇൻഷലാണോ? വിളി കേട്ടോ. ഓ വിളിയായിരുന്നു. ഓ വിളിയാ. ഇത് യൂണിഫോം ഇടിപ്പിച്ച് സ്കിറ്റിൽ കയറ്റിയതല്ല, ശരിക്കുള്ള രാഘവേട്ടൻ കേറി വന്നവാ. അതുകൊണ്ടല്ല ഈ പാട്ട് കാരണം പുള്ളി ഈ ജോലി രാജിവെക്കാൻ പോവാന്ന് പറയാൻ വന്നതാണ്. ശരി അതൊക്കെ ആട്ടെ. എന്താണ് ശരി കേട്ടോ രാഘവേട്ട, റെസ്റ്റ് എടുക്കൂട്ടോ. ഓക്കെ. ഓ രാഘവ. ഇദ്ദേഹം തല്ലിക്കഴിഞ്ഞിട്ട് വേദനിച്ചോന്നും പറഞ്ഞ ഒരു തീരുമാനമൊക്കെ വരും. സമ്മതിച്ചു കൊടുക്കരുത്. ശരി. 1 2 3 ഗോ. അടിച്ചില്ല. ഫ്രഷ് ഓ എന്തടി എന്റെ അമ്മേനെ ചെയ്തേ. ഓക്കെ അടുത്താള്. അല്ല, ഇതോടുകൂടി എന്റെ കോഴിക്കറി ചെയ്യരുത്. ഞാൻ എപ്പോഴാ പറഞ്ഞ കറി വെച്ച് തരാൻ. അച്ഛനുള്ള സാധനമാണ് ഇപ്പൊ വന്നത്. ഫ്രഷ്. അച്ഛന്റെ കൂത്താട്ടം കണ്ടല്ലോ. എന്നെക്കാളും ബുദ്ധി കുറഞ്ഞ ആരാ ഉള്ളത് ഈ കൂട്ടത്തിൽ? ഇവിടെ ഉണ്ടല്ലോ, അഞ്ഞുണ്ടല്ലോ. വാ. അതെ ടീമേ, ഉറങ്ങിക്കൊണ്ടിരിക്കണ കുട്ടി ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാൻ ഉറക്കമാണോ? കയ്യിലൊന്നും പിടിക്കണ്ട, എനിക്ക് വരാറിയാം. ഓ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരവും. ഉല്ലാസേട്ടൻ പറയരുത്. ഏതാണ് ചോദ്യം? കാറ്റും എന്താ? കാറ്റില്ല, കാറ്റും ഫിലിപ്പൈനീച്ചയുടെ മലയാളിയല്ല. കാറ്റും കറണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ് കൊച്ചേ? കാറ്റടിക്കുമ്പോ കറണ്ട് പോകും, കറണ്ട് വരുമ്പോ കാറ്റ് വരും. രണ്ടിലും കായുണ്ട്. കാറ്റിനകത്തുനിന്ന് കറണ്ട് ഉണ്ടാക്കും. അതാണ് ആൻസർ. അടിച്ചിട്ട് പോവാൻ വരുന്നുണ്ട്. ആണാ? അതാണ് ആൻസർ. ഇതെല്ലാം ഡെയിലി വന്നോണ്ടിരിക്കുന്ന സാധനങ്ങൾ. രണ്ടിലും കായുണ്ടെന്നാണ് അതിന്റെ ഉത്തരം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അമ്മയും അച്ഛനും കല്ലിലും മുള്ളിലും, മക്കള് കല്യാണ പന്തൽ. അമ്മയും അച്ഛനും കല്ലിലും മുള്ളിലും, മക്കളെല്ലാരും കല്യാണ പന്തലില്. എന്താണ് അങ്ങനെ? പടവളോ? പന്തലുണ്ടല്ലോ. അല്ല, പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുക്കുക. അച്ഛനും അമ്മയും കല്ലേലും മുള്ളാണ്ട് ഒരു ബാത്റൂമിൽ കൊണ്ടട്ടെ. വാഴല സദ്യ. ശരിയാ, വാഴ. വാഴല. വെയിറ്റിംഗ്. എന്റെ കയ്യിൽ ചാട്ട തന്നിട്ട് എന്റെ കയ്യിൽ എന്തിനു ചാട്ട തന്നു? ഞാൻ പറഞ്ഞേ അവൻ എന്റെ മകനല്ല. ഈ തിരുമണ്ടൻ അടിക്കാൻ പറ്റൂല. ഇത് വേറെ ആരുടെയും കുഴപ്പം കൊണ്ടല്ല. അതുകൊണ്ട് നിന്റെ കുഴപ്പം മാത്രമായതുകൊണ്ട് അച്ഛനോ ടീം മെമ്പേഴ്സിനോ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല. മകന്റെ അച്ഛനല്ല, അങ്ങനെ പറ്റുള്ളൂ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ? വേണ്ട, നിനക്ക് അറിയില്ല, നീ മലയാളം അറിയാത്തോണ്ട്. ഇല്ല, ചോദിക്കേ. അറിയാം, എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ച ചോദ്യമാണ്. അത് അന്ന് ഏറ്റില്ല ശരിക്കും. ഒന്നും കൂടി ചോദിക്കുവാൻ. സിനിമയിൽ അഭിനയിക്കാത്ത തിലകൻ. ശോഭി തിലകൻ അഭിനയിച്ചിട്ടുണ്ട്. ഗംഗാധര തിലകൻ. അത് അന്ന് ഉത്തരം കിട്ടിയായിരുന്നു. അല്ല, ഒരു തിലകനും കൂടിയുണ്ട്. ലോകമാന്യ തിലകൻ. ശരിയാവില്ല, ഇത് ഫൗള്. ഇത് അവിടുന്ന് കേട്ട്, ഞാൻ അവിടുന്ന് റൂമിൽ നിന്ന് പറഞ്ഞത് കേട്ടിട്ട്. 1 2 3 ഗോ. മണ്ടന്മാരുടെ ദിനം വന്നത്. എനിക്ക് വിനിച്ചേട്ടൻ ഒരാളങ്ങാടി. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഇന്ദ്രചൂടൻ ആള് വന്നിട്ടുണ്ട്. എന്നും ചോദിക്കാറില്ലേ നിന്റെ പേരെവിടെയായിരുന്നു? നിന്റെ പേര് വന്നിട്ടുണ്ട്. ആഘോഷിച്ചോട്ടാ. ഞാനിവിടുന്ന് പോയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇവളാ.
ഇവിടെ അല്ലേ മനസ്സിലായത് എന്തിനാ വിളിച്ചത്. സ്പേസ് കുറവായിരുന്നു. സ്പേസ് ഉണ്ടാവണമെങ്കിൽ ചേട്ടൻ വേണം. ഞാനൊരു കോംപ്ലിമെന്റ് പറയട്ടെ. ചേട്ടൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവിടെ ഏകദേശം എല്ലാരും അടിച്ചു, പക്ഷെ എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിട്ടില്ല. ഒരു പെൻസിലൊക്കെ കളഞ്ഞു പോയിട്ട് തിരിച്ചു കിട്ടുന്ന ഒരു കുട്ടിയുടെ സന്തോഷമില്ലേ, അതെനിക്ക് നിക്ക് അത് ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് വേണ്ടി ഞാൻ വന്നു. 1 2 3 എന്താ അടി? നേരത്തെ ഇത് കൊള്ളുമ്പോ ഇങ്ങനത്തെ എക്സ്പ്രഷൻ ഇല്ലായിരുന്നു, കാരണം അന്ന് തഴമ്പ് വെച്ചായിരുന്നു. ഇന്ന് തഴമ്പൊക്കെ പോയി. എന്നിട്ട് വേണം വീണ്ടും അടി മേടിച്ച് കൂട്ടാൻ. ചെലങ്ക ചേച്ചി സംസാരമില്ല, അടിയാണല്ലോ. തലവത്തെ കെട്ടിറങ്ങിയിട്ട് പിറ്റേ ദിവസം ഓരോ അടിക്കാൻ വേണ്ടി വരില്ല, അതുപോലെ പെട്ടെന്ന് വന്നിട്ട് ഒറ്റ അടി. ഒരു നിപ്പൻ രണ്ടുപേരും വന്ന് മൂകനാടകം കളിച്ചിട്ട് ഒറ്റ വീടിയില്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു സ്കൂൾ റീ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഒരു പ്രവേശനോത്സവം ഒക്കെ ഉള്ള നമ്മുടെ സ്റ്റാർ മാജിക് സ്കൂളിലേക്കായിരുന്നു ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ ഈ സ്കൂൾ ടൈം ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും കരഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. ശരിക്കും നമുക്ക് നേരെ വിൻസിലെടുത്ത് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു സ്റ്റാർ മാജിക് സ്കൂളിൽ വന്നിട്ട്? എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. ഗെയിമുകളും എല്ലാം, ഈ ഗെയിം കളിച്ച് വിൻ ചെയ്യുന്നതിനെക്കാട്ടിയും അതിലുണ്ടാവുന്ന പാകപ്പഴങ്ങളും വീഴുന്നതും ഒക്കെ ആയിരുന്നു ഞാൻ എൻജോയ് ചെയ്തത്. ഇവര് വീഴ്ചകളാണ് ചേട്ടാ മുന്നോട്ടുള്ള ചവിട്ടുപടികൾ. പിന്നെ അതേപോലെ തന്നെ ഇവര് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. സോ വിട്ടുപോകാൻ സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല, കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നല്ലേ. ശരിക്കും നിങ്ങളും നമ്മുടെ ഗസ്റ്റ് തന്നെയാണ് കേട്ടോ, അത് എടുത്ത് പറയണം. കാരണം നമ്മുടെ ഓഡിയൻസിന്റെ ഒരു ഗിവ് ആൻഡ് ടേക്ക് വെച്ചിട്ടാണ് എപ്പിസോഡിന്റെ ആ ഒരു ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ശരിക്കും അത് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് വിൻസി. അപ്പൊ ഇനി അപ്കമിങ് പ്രൊജക്ട്സ് ഏതൊക്കെയാ? ഇപ്പം ജൂലൈയിൽ ഒരെണ്ണം ചെയ്യാൻ പോകുന്ന, അതിന്റെ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും പുറത്ത് പറയാറായിട്ടില്ല. നോ പ്രോബ്ലം. അപ്പം ഓൾ ദ ബെസ്റ്റ് വിഷസ് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം. നേരെ ഓഡിയൻസിലേക്കും കൂടെ ഒന്ന് പോട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? നിങ്ങളുടെ കട്ട സപ്പോർട്ടോട് കൂടിയിട്ടുള്ള എപ്പിസോഡ്. ഓക്കെ, അപ്പൊ സ്കൂൾ റീ ഓപ്പണിംഗ് ടൈമിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത 2 കുഞ്ഞു മക്കളുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു വാവ ഉറങ്ങിപ്പോയി. അപ്പൊ ഉമ്മ അടുത്തൊന്ന് സംസാരിക്കട്ടെ. എന്താ പേര്? സൗദ. ഓക്കെ, ഇത്ത എവിടുന്നാ വരണേ? വീട്ടിൽ നിന്നാന്ന് എനിക്കറിയാം. എവിടുന്നാ വരണേ? പാലക്കാട് അല്ലേ? ഓക്കെ, സ്റ്റാർ മാജിക്കിന് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ടിവിയിൽ കാണുന്ന പോലെയാണോ? സൂപ്പറായിരുന്നു. മക്കളും പങ്കെടുത്തില്ലേ? ആദ്യത്തെ 1/2 മണിക്കൂർ ടിവിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പൊ ദാ ഉമ്മയും. സന്തോഷായോ? ഇവര് ശരിക്കും സ്കൂളിൽ പോണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. അവിടെ നിന്ന് തലയിട്ടുള്ള ഒരാള്. അപ്പൊ താങ്ക് യു സോ മച്ച് സൗദത്തേക്കും ഫാമിലിക്കും ഒപ്പം എൻറ്റയർ ഓഡിയൻസ് ആൻഡ് വിൻസി. എന്നാലും ഉള്ള കോമഡി മുഴുവൻ പറഞ്ഞ കൊച്ചിനെ ഉറക്കി കളഞ്ഞല്ലോ. അപ്പോ ഇത്തവണത്തെ എല്ലാ ചിടുങ്ങാപ്പീസിനും ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തവണത്തെ സ്കൂൾ റീ ഓപ്പണിങ്ങിന് ജോയിൻ ചെയ്ത എല്ലാ മക്കൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നേരുകയാണ്. ബൈ.